welcome to this new session, PPAG 174, Sustainable Development. Today we will be BPAG 174. Okay, അതായത് വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങൾ. അതിലെന്തൊക്കെ പറയുന്നത്? കൺട്രോൾസ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി, ദെൻ ക്ലൈമറ്റ് ചേഞ്ച്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മീനിങ് ആൻഡ് ഇമ്പാക്ട്, അതിന്റെ ഇമ്പാക്ട് വളരെ 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 ഗൗരവതരമായിട്ടുള്ളതാണ്, ലോകം മുഴുവൻ ഫേസ് ചെയ്യുന്നതാണ്. ദി പ്രിൻസിപ്പിൾ ഓഫ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി, അതായത് കോമൺ ആണ് പ്രിൻസിപ്പിള്, പക്ഷേ ഉത്തരവാദിത്തം നിറവേറ്റുമ്പോൾ അത് പല ബുദ്ധിമുട്ടുകളും പലതും വരുന്നു. അതായത് ഓരോ വിധത്തിൽ അത് ഹാനികരമായി പരിണമിക്കുന്നു. അടുത്തത് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ഡെവലപ്മെന്റ്, സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അത് എനിക്ക് വരും, ആ സമയത്ത് പറയാം. ഇനി ഇതില് ഡെവലപ്മെന്റ് ഈസ് ഭക്ഷണം അല്ലേ, ഷെൽട്ടർ, ഇതൊക്കെ അല്ലേ ബേസിക് നീഡ്സ്. ഇതൊന്നുമില്ലാണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയായിരുന്നു അല്ലേ. ആൻഡ് ഇംപ്രൂവ് ദർ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിങ്, അതായത് ജീവിത രീതി, ജീവിത സ്റ്റൈൽ, അതായത് സ്റ്റൈൽ ഉണ്ടല്ലോ, മിനിമം റിക്വയർമെന്റ്, ബൈ റെഡ്യൂസിങ് പോവർട്ടി, ദാരിദ്ര്യമില്ലാതെ, ഇൻഇക്വാലിറ്റി ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. ഇതൊക്കെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റും. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ അത്രയൊന്നും, അതായത് ഇപ്പോഴും ഉണ്ട് പോവർട്ടി, ഇപ്പോഴും ഇനിയും അത് നമ്മൾ അത്ര ആഴത്തിൽ പോലും വെള്ളം എടുക്കുന്നു. പക്ഷെ നാളെ നമ്മൾ ഈ വെള്ളം അടുത്ത ജനറേഷൻ വേണോ എന്ന് പോലും ആലോചിക്കുന്നില്ല. അതുകൊണ്ട് കിണറിന്റെ വെള്ളം ലെവല് കീപ്പെട്ട് പോകുന്നു. പിന്നെ these achievements are unseen and largely concentrated in the industrial countries. അപ്പൊ നമ്മുടെ UK ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, ജപ്പാൻ ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രിയാണ്, റഷ്യ ആയിക്കോട്ടെ. സോ ഡെവലപ്ഡ് സ്റ്റേറ്റ് പറഞ്ഞ കൺട്രി അല്ലാണ്ട് സംസ്ഥാനം എന്ന് വിചാരിക്കുന്നത്, സ്റ്റേറ്റ് ഹാവ് പ്രൂവൺ റിലേറ്റീവ്ലി സക്സസ്ഫുൾ ഇൻ പ്രൊമോട്ടിംഗ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് സോഷ്യൽ വെൽഫെയർ. മച്ച് ഓഫ് ദ പ്രോഗ്രസ് ഓഫ് ദ പാസ്റ്റ് ഹാഫ് സെഞ്ചുറീസ്. ഉദാഹരണം, അമേരിക്കയിലെ എൽഡർ സിറ്റിസണ് അവർക്ക് വളരെ സേഫ് ആയിട്ടും വളരെ, അതായത് ഇൻഷുറൻസും മറ്റേതെല്ലാം അവരുടെ വെൽഫെയർ ഒക്കെ ഗവൺമെന്റിന്റെ പല സ്കീമുണ്ട് അമേരിക്കയിലെ. അതായത് ഓൾഡ് എൽഡർ സിറ്റിസണ് അവർക്ക് ജീവിക്കാനും അതിനൊരു പെൻഷനോ അല്ലെങ്കിൽ വേറെയുള്ള പല അമ്യൂണിറ്റീസും ഉണ്ട്. പക്ഷെ ഇന്ത്യയിലത്തെ സ്ഥിതി പരിതാപകരമാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ. കാരണം ഓൾഡ് ഏജ് ഹോം, മക്കളും നോക്കില്ല, അമ്മയും നോക്കില്ല, അച്ഛനെയും നോക്കില്ല, അങ്ങനെ എത്രയോ സംഭവങ്ങൾ, ഓർഫണേജും മറ്റേതൊക്കെ ഉണ്ട്, പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായാൽ പോരാ, നമ്മുടെ മാനസികമായിട്ടുള്ള ഡെവലപ്മെന്റും വളരെ, ഹ്യൂമൻ അപ്രോച്ച്, ദാറ്റ് ഈസ് ആൾസോ വെരി വെരി എസെൻഷ്യൽ. പൈസ ഉണ്ടായാൽ മാത്രം പോരല്ലോ, അതായത് ഹ്യൂമൻ. അത് എന്തിനാണ്? ഇപ്പൊ നമ്മൾ ബിൽ ഗേറ്റ്സ് എത്ര അധികം പൈസയാണ് അദ്ദേഹം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക്, വിപ്രോ ചെയർമാൻ എത്ര പൈസയാണ്, നമ്മുടെ രത്തൻ ടാറ്റ എത്ര. അതായത് പൈസ എന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കാനല്ലല്ലോ, അതായത് ജനങ്ങൾക്ക്, അതായത് എവറിഥിങ് ബിലോങ്സ് ടു ദ പീപ്പിൾ. നിങ്ങൾ പൈസ ഉണ്ടാക്കിയത് ആ ജനങ്ങളിൽ നിന്നാണ്, ജനങ്ങളുടെയാണ്. അപ്പൊ നമ്മളൊരു വീട് എടുത്തു വിചാരിക്കുക, എവിടെയെങ്കിലും പർച്ചേസ് ചെയ്തു, അത് മറ്റുള്ളവരുടെ സ്ഥലമാണ്, അത് നമ്മൾ വാടക എടുത്തു എന്നേ ഉള്ളൂ. പക്ഷെ ഇറ്റ് ബിലോങ് ടു other people actually, everything. So we have to repay back. അപ്പൊ നമ്മള്, അതാണ് സൊസൈറ്റിക്ക്, നമ്മൾ എത്ര ധനികരായാലും ശരി, അല്ലാണ്ട് 35 കാറോ 40 വീടോ ഉണ്ടായിട്ട് കാര്യമില്ല. വി ഹാവ് ടു പേ ബാക്ക് ടു ദ സൊസൈറ്റി. ഏത് വിധത്തിലാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുക, ആ വിധത്തില് നമ്മളെ സഹായിക്കണം. അതാണ് വേണ്ടത്. കാരണം എത്രയോ ദാരിദ്ര്യ, വളരെ വളരെ പരിതാപകരമാണ് നമ്മുടെ ആഫ്രിക്കൻ കൺട്രീസിന്റെ ഒക്കെ. സൊമാലിയ വളരെ പരിതാപകരമായ സ്ഥിതിയാണ്. നമ്മൾ വേറെ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് മറ്റുള്ളവരെ 10 ദിവസം കൂടുമ്പോൾ ഒരു നേരം ഭക്ഷണം പോലും കിട്ടാത്ത എങ്ങനെയിരിക്കും? അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട്. അത് ഈവൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട് ചില ഏരിയസ്, അത് മറക്കരുത് കേട്ടോ. അപ്പോ നമ്മൾ സുഭിക്ഷമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പല സ്ഥലങ്ങളിലും നല്ല വിധത്തിൽ വളരെ റിച്ചസ്റ്റ് ഫാമിലീസ് ഉണ്ട്. ഓക്കെ, കേൾക്കണോ? റിച്ചസ്റ്റ് ഫാമിലി കേട്ടോളൂ. നിങ്ങള് ഇന്ത്യ എന്താണെന്ന് അറിയേണ്ട ആദ്യം. എക്കണോമിക് ഇൻഇക്വാലിറ്റി ഈസ് ഇന്ത്യ ബിഗ്ഗസ്റ്റ് ചാലഞ്ച്, അന്നും ഇന്നും.
സ്വാതന്ത്ര്യത്തിന് മുമ്പേയും ഇന്നും 75 കൊല്ലം കഴിഞ്ഞിട്ടും നമ്മുടെ സ്ഥിതി അതേമാതിരി നിലകൊള്ളുന്നു. അതായത് എക്കണോമിക് ഇൻഈക്വാലിറ്റി, പണമുള്ളവന് പണമുണ്ട്, പണമില്ലാത്തവന് പണമില്ല. മനസ്സിലായില്ലേ? ഒരു വ്യത്യാസം വരുന്നില്ല. ഓക്കെ, കാരണം ഏതാനും ആളുകളുടെ കയ്യിൽ മാത്രമാണ് പണം. അപ്പൊ ഇനി ഇത് കേട്ടുള്ളത് ഞാൻ പറയുന്നതല്ല, ഇത് ഇന്നലത്തെ ആർട്ടിക്കിളാണ് കേട്ടോ. ഞാൻ പറയുന്നത് എല്ലാം ലേറ്റസ്റ്റ് ആണ്, മറക്കരുത്. ഇത് എന്റെ അല്ല. ദിസ് ഈസ് റിട്ടൺ ബൈ എമിനന്റ് പേഴ്സണാലിറ്റീസ്, എക്സ്പേർട്സ്. അപ്പൊ നിങ്ങൾക്ക് തരുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ, അല്ലാണ്ട് എന്റെ അല്ല അത് മറക്കരുത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അങ്ങനെ തോന്നരുത്. കണ്ടോളൂ, എക്കണോമിക് ഇൻഈക്വാലിറ്റി ഈസ് ഇന്ത്യസ് ബിഗസ്റ്റ് ചാലഞ്ച് വൈൽ ദർ വർ 98 ബില്യണർ ആണ് നമ്മുടെ 2020 നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത്. 98 ആയിരുന്നു ബില്യൺ ഇൻ ദ കൺട്രി ഇൻ 2020. അപ്പോ അതില് 42 കൂടി ന്യൂ ബില്യനേഴ്സ് കേം അപ്പ് 2020-21 ഒരു 42 കൂടി. 98 പ്ലസ് 42, 98 100ആയി 140 ബില്യണറായി പരിണമിച്ചു ഒറ്റ കൊല്ലം കൊണ്ട്. 98 ഉണ്ടായിരുന്ന 42 ആഡ് ചെയ്തു. അപ്പൊ 140 ബില്യണർ ആൾറെഡി വന്നു കഴിഞ്ഞു. കേം അപ്പ് in 2021, a period that saw the GDP is falling down by 7.7. ആളുകൾ പണം ഉണ്ടാക്കി, രാജ്യത്തിന് എന്താ ലാഭം? 7.7 GDP. മനസ്സിലായില്ലേ? സോ റീസെന്റ് പിന്നെ ഞാൻ പറയുന്നില്ല, ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് ഇതൊക്കെ ഉണ്ടായല്ലോ സംഭവം. ഫാർമർ പ്രൊട്ടസ്റ്റ് അവര് എന്തിനാ വേണമെന്ന് വെച്ചാൽ ടു പ്രൊട്ടക്ട് ദ ഫണ്ടമെന്റൽ റൈറ്റ് guaranteed under Article 32 of the Indian Constitution. അല്ലാതെ അവര് ആവശ്യമില്ലാതെ അല്ല ചെയ്ത്. അവരുടെ റൈറ്റ് ആർട്ടിക്കിൾ 30 എന്താണ് റൈറ്റ്? എന്താ? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് വില വേണമെന്ന്. അല്ലാതെ പച്ചക്കറി ആയിക്കോട്ടെ ഒക്കെ റോഡ് വലിച്ചെറിയാനുണ്ടായിരുന്നു. പാല് റോഡ് കൂടെ ഒഴിക്കണം, അതിന് പൈസ കിട്ടുന്നില്ല മാർക്കറ്റില്. പാല് റോഡ് കൂടെ, നാഷണൽ ഹൈവേ കൂടെ, തക്കാളി റോഡ് കൂടെ, ടൊമാറ്റോ, പൊട്ടാറ്റോ കാശ് കിട്ടുന്നില്ല. അപ്പൊ അവരുടെ എക്സ്പെൻഡിച്ചർ ഇല്ലേ ഇതൊക്കെ, ഫെർട്ടിലൈസറും മറ്റേ അതൊക്കെ ഇല്ലേ, അതിന് അവര് എഫേർട്സ് ചെയ്തതിന് പൈസ കിട്ടുന്നില്ല. അതാണ് സംഭവം. അല്ലാതെ അവരോട് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ല. സി ദേ വർ ഫൈറ്റിംഗ് ഫോർ ദർ ആർട്ടിക്കിൾ 32 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് ദെയർ ഫണ്ടമെന്റൽ ഡ്യൂട്ടി, റൈറ്റും ആണ്. അപ്പൊ ഓക്കെ, നോ ടുഡേ അപ്പൊ എന്തെന്ന് മനസ്സിലായത്? സക്സസ്ഫുൾ ഇൻ പ്രൊമോട്ടിംഗ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് സോഷ്യൽ വെൽഫെയർ. അപ്പൊ നമ്മുടെ പണക്കാരിങ്ങനെ കൂടി വരികയാണ് ചിലത്. ആലോചിച്ച് നോക്കുന്ന ഇന്ത്യത്തെ മൂന്നാമത്തെ സ്ഥാനം ആൾറെഡി എത്തിക്കഴിഞ്ഞു. മറ്റേ അഡാനി ആൾറെഡി, അംബാനി ആൾറെഡി ഉണ്ട്. 10 ലിറ്റർ ഒരു ഇത് അങ്ങനെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ പണക്കാരെ വർദ്ധിച്ചു വരുന്നത് നല്ല തന്നെ നമ്മുടെ രാജ്യത്തിന്. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളും മറ്റുള്ളവരുടെ കാര്യം കൂടി നോക്കണം. അതാണ് നമ്മളെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് നമ്മൾ രാഷ്ട്രീയപരമായിട്ടല്ല പറയുന്നത്. എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ് ദ സിറ്റുവേഷൻ ഈസ് വെരി 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 ഡിട്രാക്റ്റിംഗ്. കാരണം ബിക്കോസ് എത്രയോ ട്രേഡേഴ്സിനും അതേമാതിരി മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ്, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ ജോലി ഇല്ലാതായിട്ടുണ്ട്. മറക്കരുത് കേട്ടോ. അപ്പൊ അതാണ് പറയുന്നത്, ടുഡേ നോ കൺട്രി ഇൻ ഈസ് ഇമ്മ്യൂൺ ടു ക്ലൈമറ്റ് ചേഞ്ച്. ഒരു രാജ്യവും നമ്മളെ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന് അതീതമല്ല. അങ്ങനെ വിചാരിക്കുന്നത് എന്റെ രാജ്യത്ത് വരില്ല എന്ന്. എന്തായിരുന്നു ഇപ്പൊ ജസ്റ്റ് 2-3 ആഴ്ച മുമ്പേ പാകിസ്ഥാനില് എത്ര ലക്ഷം ആളുകളുടെ വീട് പോയി, ആളുകളാണ് വഴിയാധാരായത്. അതായത് നമ്മുടെ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ അങ്ങോട്ട് ഒഴുകി, നേരെ ഒഴുകി അങ്ങോട്ട് കംപ്ലീറ്റ് മുഴുവൻ നശിപ്പിച്ചു. എത്ര കൊല്ലം എടുക്കുമ്പോൾ ഇനി രണ്ടാമത് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒന്നും കൂടി ഞാൻ പറയാം കേട്ടോ. അതായത് ഇന്നിപ്പോ എത്ര, 1-ാം തീയതി, 2 ദിവസം മുമ്പേ, ഞാൻ പറയുന്നത് എല്ലാം ലേറ്റസ്റ്റ് ആണ്. 2 ദിവസം മുമ്പേ. കാരണം ബുക്കിലത്തെ മാത്രം പറയാൻ ഞാൻ വേണ്ടല്ലോ. ബുക്കിൽ നിന്ന് അല്ലാതെ അതിൽ നിന്ന്, കാരണം ബുക്ക് ലേറ്റസ്റ്റ് ആണ്, തീർച്ചയായിട്ടും വിദ്യ ലേറ്റസ്റ്റ് ആണ്. പക്ഷെ അത് പബ്ലിഷ് ചെയ്തിട്ട് ശേഷം അഡീഷൻസ് പലതും വരുന്നുണ്ട് പുതിയത്. അപ്പൊ അതും കൂടി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങൾ യു വിൽ ബിക്കം പെർഫെക്റ്റ്. ഇതാ ഇനി ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി പറയുമ്പോൾ 2 ദിവസം മുമ്പേ 30/10/2022 കോഴിക്കോടിലെ കോത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് സഡൻലി സമുദ്രം പിൻവലിച്ചു. അതായത് സീ സഡൻലി വിഡ്രോൺ, അതായത്
വെള്ളം അങ്ങോട്ട് നീങ്ങിപ്പോയി. കടല് വെള്ളം ഉണ്ടായിരുന്നത് മുഴുവൻ നിറഞ്ഞു നിൽക്കുകയായിരുന്നു, അതങ്ങോട്ട് പോയി, കടല് അങ്ങോട്ട് പോയി. അതായത് ഇറ്റ് ഹാഡ് വിഡ്രോൺ, അതായത് 50 മീറ്റർ അങ്ങോട്ട് പോയി ഉള്ളിലേക്ക്. പിന്നെ സോ ദ ഫിനോമിന ഹാഡ് കോസ് പാനിക്, ആളുകൾക്ക് പേടിയായി, ഇതെന്താ സംഭവം, കാരണം കടല് നേരെ അങ്ങോട്ട് പോയി. അപ്പോ എല്ലാം പാനിക്കായി, പോലീസ് എല്ലാം വന്നു. കാരണം ജനങ്ങള് കടൽ തീരത്ത് പോയിട്ട് ഈ കരയിൽ വന്ന മീനൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വെള്ളം പോയല്ലോ, അപ്പം മീന് അതേമാതിരി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഡേഞ്ചറസ് ആണ്, കാരണം പോയ വെള്ളം തിരിച്ചു വരില്ല എന്ന് ആർക്കറിയാം, തിരമാലോട് കൂടിയിട്ട്. അപ്പൊ പോലീസ് അത് രാത്രി വൈകുന്നേരത്തുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളെ ഞാൻ കൂടുതൽ ഇതിനെ എലാബറേറ്റ് ചെയ്യുന്നില്ല. ഇത് that could be the result of the change in the wind direction locally. പറയുന്ന സ്ഥലത്ത് തമിഴ്നാട്ടിലാണ് മഴ പെയ്യുന്നത്. കേരളത്തിലെ മഴ പെയ്യും പറഞ്ഞിട്ട് തുലാവർഷം നടക്കും പറഞ്ഞിട്ട് തമിഴ്നാട്ടിലാണ് അതിഭയങ്കരം. ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ക്ലൈമറ്റ് ചേഞ്ചാണ്. മെട്രോളജി ഡിപ്പാർട്ട്മെന്റിനും പറയാൻ പറ്റില്ല. അതായത് ഭൂമി കുലുക്കം ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും സുനാമി ആയിക്കോട്ടെ, ഒന്നും ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ ജസ്റ്റ് അവേഴ്സിന് മുമ്പേയാണ് അറിയാനിടയാവുന്നത്. അത്രയധികം ചേഞ്ചസ് ക്ലൈമറ്റിൽ വന്നുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ക്ലൈമറ്റ് ചേഞ്ച്. കൂടുതൽ നിങ്ങളെ പുസ്തകം വായിക്കുക. പുസ്തകം വായിക്കാതെ പറ്റില്ലേ, കാരണം വളരെ സ്റ്റാൻഡേർഡുള്ള പുസ്തകങ്ങളാണ്. വായിക്കുക, മനസ്സിലാക്കുക. കാരണം എല്ലാം കൂടി 1 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല. ശ്രദ്ധിക്കുക. ഓക്കെ, എനിക്ക് സമ്മറിയാണ് പറയാൻ പറ്റൂ. ഓക്കെ, സോ ക്ലൈമറ്റ് ചേഞ്ച് നൗ with the global economy set to contemplate the mid-century related carbon dioxide. നമ്മുടെ അറിയില്ലേ, മുഴുവൻ എമിഷൻസ്, അതായത് നമ്മുടെ ഓരോരോ ഫാക്ടറിയിൽ നിന്നെല്ലാം നമ്മുടെ വെഹിക്കിൾസ്, നമ്മുടെ എല്ലാം ഈ കാറായിക്കോട്ടെ, സ്കൂട്ടറായിക്കോട്ടെ, തീവണ്ടി ആയിക്കോട്ടെ, ഏതെന്നായിക്കോട്ടെ, പ്ലെയിൻ ആയിക്കോട്ടെ, എല്ലാം കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് വേർഡ് ഓൺ കറന്റ് ട്രെൻഡ് മോർ ദാൻ ഡബിൾ ആയിക്കൊണ്ടിരിക്കുക. പുട്ടിങ് ദ കൺട്രോൾ ചില കാര്യങ്ങളൊന്നും. അതാണ് ഇന്ന് നമ്മുടെ ഈ വെഹിക്കിളിന്റെ എല്ലാം ഭയങ്കര ടെസ്റ്റ്, പൊല്യൂഷൻ, ദ കൺട്രോൾ, ഇതൊക്കെ ഉണ്ടല്ലോ. പണ്ട് ഇങ്ങനെയല്ലോ, പുക അങ്ങനെ കണ്ടമാനം ഇപ്പൊ ഇലക്ട്രിക് ട്രെയിൻ ആയി, ഇപ്പൊ മറ്റേത് ഡീസൽ പോയി. അപ്പൊ അത് അങ്ങനെ പുരോഗമിച്ചു വരുന്നു. കഴിയുന്നത് യൂസേജ് ഓഫ് പെട്രോൾ, കറോസിൻ, എവറിഥിങ് അത് ഇതാവുന്നു. അങ്ങനെ ജനങ്ങളുടെ സഹകരണത്തോടു കൂടി ലോകത്തിന്റെ UNOന്റെ ഒക്കെ ഗൈഡ് ലൈൻസ് പ്രകാരം അങ്ങനെ അപ്പോ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി അപ്പൊ നമ്മളെ അത് ഉത്തരവാദിത്തോടു കൂടി ചെയ്യണം. കാരണം ചിലർ അനുസരിക്കുന്നില്ല. കാരണം ആവശ്യമില്ലാത്തത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അപ്പൊ ഉദാഹരണം, ഈ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ 5ഉം 6ഉം 7ഉം കാർ, ഇവിടെ തന്നെ 32 20 മീതെ കാറുള്ള ഒരാളുണ്ട്. ഇവിടെ ആളുണ്ട്, നമ്മുടെ പേര് പറയുന്നില്ല, വളരെ ഇന്ത്യത്തെ വളരെ ഫേമസ് ആളാണ്, ഇവിടെ തന്നെയുണ്ട്. ആവശ്യമുണ്ടോ അതൊക്കെ? നിങ്ങൾക്ക് ഒരു മാസത്തിൽ ഒരു തവണ പോലും ഒരു കാറ് ഉപയോഗിക്കാത്ത ആളുകളാണ് അവരൊക്കെ. പ്ലെയിനിൽ സഞ്ചരിക്കുന്ന ആളുകളാണ്. 20 കാർ 25 കാറൊക്കെ എന്ത് ചെയ്യണം? അപ്പൊ പക്ഷെ ഇതൊക്കെ റോഡ് കൂടെ ഓടിക്കാൻ പറ്റൂ. സപ്പോസ് അത് ഓടിച്ചിട്ടില്ല വിചാരിക്കുക, അതിന്റെ മെയിൻ്റനൻസ് കംപ്ലീറ്റ് എന്തൊക്കെ വരിക, ഓടിച്ചിട്ടില്ലെങ്കിൽ എഞ്ചിന് തകരാറില്ലേ? എന്തിനാണ് ഒരു കുടുംബത്തിൽ ഇത്ര? അപ്പൊ ഞാൻ ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയിൽ എന്താ സംഭവിക്കുന്നത്? പ്രൈവറ്റ് എയർലൈൻസ് ആണ്. അവിടെ ഇൻഷുറൻസ് എഗൈൻസ്റ്റ് എയർ ആക്സിഡന്റിന്റെ എപ്പോഴാണ് പ്ലെയിൻ കീപ്പെട്ട് വീട്ടിന്റെ മീത് വീഴുകയെന്ന് അറിയില്ല ചിലയിടത്ത്. അപ്പൊ എയർ ഇൻഷുറൻസ് ഉണ്ട് അവിടെ. അപ്പോ ഇതൊക്കെ നമ്മൾ ആലോചിക്കണം, ചിലതൊക്കെ ആവശ്യമുണ്ടോന്ന്. ചിലത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ട. മനസ്സിലായില്ലേ? ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ട. കാരണം നമ്മളെ പലതും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളെ കൂടുതൽ നമ്മൾ പൊങ്ങച്ചം കാണിക്കും. നമ്മുടെ യു ടേക്ക് ദ എക്സാമ്പിൾ, ഈവൻ അവർ ഓൺ ചീഫ് മിനിസ്റ്റർ അത്ര 35 വണ്ടിയാ 25 വണ്ടിയാ ഒക്കെയാണ് അയാളുടെ ബോഡി ഗാർഡ്. 25 വണ്ടി അയാൾ പോകുന്നിടത്ത് 25 വണ്ടി ഓടില്ലേ കീപ്പെട്ട്? അത് 25 ഗവൺമെന്റ് ഓഫീസേഴ്സ് ഉണ്ടാവില്ലേ? അയാളുടെ ഇതിനാ പറഞ്ഞത് 25 35 ഒക്കെയാണ്. ഇത് ഓടുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത്. അതിന്റെ പിന്നിൽ മറ്റൊരു ഡയറക്ടറും സെക്രട്ടറിയും, അതും ജോയിന്റ് സെക്രട്ടറിയും കളക്ടറും മറ്റേ അത് വേറെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് അറിയോ? വേണോ വേണ്ടേ എന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞ അർത്ഥം കേൾക്കണം ഞാൻ എന്തുകൊണ്ടാണെന്ന്. ആരും ഉപദ്രവിക്കാൻ പോണില്ല, ഇവരാരെയും ഒരാൾ ഉപദ്രവിക്കാൻ പോണില്ല. അങ്ങനെ യാതൊരു ഒരു ത്രട്ട് പ്രസപ്ഷൻ ഒന്നും ഇല്ല ഇവിടെ.
പക്ഷെ ആലോചിക്കും, ത്രിപുരയിലെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ത്രിപുരയിൽ ഒരു ചീഫ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു, പേര് പറയുന്നില്ല. അയാൾ നടന്നിട്ട് സെക്രട്ടേറിയറ്റിൽ പോവാ, കാറും ഇല്ല, ഒന്നുമില്ല, കല്യാണം കഴിച്ചിട്ടും ഇല്ല, നടന്നിട്ട്. ഒരു അംബാസഡർകാർ, ജാംബുവിന്റെ കാലത്തുള്ള ഒരു അംബാസഡർകാർ ഉണ്ടായത്, അത് അയാൾ ഓടിക്കൂല, അയാൾ ഡ്രൈവറും ഒന്നുമില്ലാതെ നടന്നിട്ട് സെക്രട്ടേറിയറ്റിൽ പോവുക. എന്തിനു ജനങ്ങളെ പഠിക്കുക? ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകള് അത്രത്തോളം ത്രെട്ട് പെർസെപ്ഷൻ ഉണ്ടെങ്കിൽ ഡിഫറെന്റ്. അല്ലെങ്കിൽ എന്തിനാ വെറുതെ നമ്മളത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത്? അങ്ങനെ പലരും ഉണ്ട്, ഇനി ഇത്ര ബോഡി ഗാർഡ് വേണം, അത്ര ബോഡി ഗാർഡ് വേണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. പക്ഷേ അതിന്റെ പരിണാമ ഫലം എന്താണ്? ഡൽഹിയിൽ എന്താ സംഭവിക്കുന്നത്? ഈ ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ചണ്ഡീഗഡ്, വേർ 21 കൊല്ലം ഞാൻ ഉണ്ടായിരുന്നു. എന്താ ഇവിടുത്തെ സ്ഥിതി? എവിടെ നോക്കിയാലും IAS ഓഫീസർമാരാ, IPS ഓഫീസർമാരാ. എന്താ കാരണം? ഹരിയാന ഗവൺമെന്റ്, പഞ്ചാബ് ഗവൺമെന്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി, 3 ഗവൺമെന്റിന്റെ തലസ്ഥാനമാണിത്. കൊച്ചി സ്ഥലം, ബ്യൂട്ടിഫുൾ പ്ലേസ്, പ്ലാൻഡ് സിറ്റി. പക്ഷെ ഓർക്കണം, എത്രത്തോളം ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഉണ്ടാവുമെന്ന് ഒന്ന് ഓർത്തോളൂ. 3 ഗവൺമെന്റിന്റെ സെക്രട്ടേറിയറ്റ്, 3 ഗവൺമെന്റ്. പഞ്ചാബ് ഗവൺമെന്റ് ഉണ്ട്, ഹരിയാന ഗവൺമെന്റ് ഉണ്ട്. ആൾറെഡി റിച്ച് സ്റ്റേറ്റ്സ് ആണ് ഈ രണ്ടും, ഓർക്കണം കേട്ടോ. നമ്മുടെ ഇവിടെ സൈക്കിളുള്ള സമയത്ത് അവർക്ക് വലിയ വലിയ മോഡേൺ കാറുള്ള ആളുകളാണ്, വളരെ റിച്ചസ്റ്റ് ഇതാണ്, അറിയില്ലേ? ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള സെൻട്രൽ പൂൾക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് പഞ്ചാബും ഹരിയാനയും. ഈവൻ നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കോവിഡ് ആയിക്കോട്ടെ, എന്ത് തന്നെയായിക്കോട്ടെ, സെൻട്രൽ പൂൾക്ക് അന്നും ഇന്നും ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പഞ്ചാബിലത്തെയും ഹരിയാനയിലത്തെയും കർഷകരാണ്. വീറ്റം ഇതൊക്കെ മറ്റുള്ളവർ ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇതേമാതിരിയുള്ള ഗവൺമെന്റ് ഉണ്ടാകുമ്പോൾ എത്ര വെഹിക്കിൾസ് ഉണ്ടാവുമെന്ന് ആലോചിച്ചാൽ, ഞാൻ കണ്ടതാണ്. പക്ഷേ ചിലവർ എന്തുണ്ട് അറിയാം, ചില മിനിമം യൂസ് ചെയ്യും, അതിനെ പറ്റിയിട്ടല്ല. പക്ഷെ ചിലവർ ആവശ്യം, നമ്മുടെ ഈ ട്രാഫിക് അതേമാതിരിയാണ് ഇപ്പൊ ഡൽഹി. അതുകൊണ്ടാണ് ഇറ്റ് ഹാസ് ബിക്കം വൺ ഓഫ് ദ വേർസ്റ്റ് എയർ പൊല്യൂട്ടഡ് സിറ്റി ഇൻ ദ വേൾഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നത്, രണ്ടാമത് നിങ്ങൾക്കറിയാമോ, സാറ്റർഡേ സൺഡേ 5 ഡേ വീക്ക് ആക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ? അറ്റ്ലീസ്റ്റ് സാറ്റർഡേ ലീവ് ആണെന്നുണ്ടെങ്കിൽ അന്നെങ്കിലും ആളുകൾ ഓഫീസിൽ പോയില്ലല്ലോ. അതാണ് പ്രധാന കാരണം. അന്ന് ഒരു കാരണം അതാണ്. സാറ്റർഡേയും സൺഡേ ആക്കാൻ കാരണം ഡൽഹിയിലെ സാറ്റർഡേ പിന്നെ ഓഫീസിൽ നിന്ന് പോയില്ലല്ലോ, ആ വണ്ടി ഓടില്ലല്ലോ അന്ന്. നല്ല അങ്ങനെയുണ്ടായ ഒരു സംഭവം. അതിന്റെ പുറമെ പഞ്ചാബിലും രാജസ്ഥാനിലൊക്കെ ഹരിയാനയിലൊക്കെ ഗോതമ്പ് വയൽ കത്തിച്ചിട്ട് അതിന്റെ പുകയും വരും. അപ്പൊ അതും എയർ പൊല്യൂഷൻ ആയി. മനസ്സിലായി? വെഹിക്കിൾസിന്റെ വേറെ. അതേമാതിരി നമ്മുടെ നോർത്തേൺ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. അപ്പൊ അത് ഡീസൽ എഞ്ചിനും മറ്റത് ഇങ്ങനെ അങ്ങനെ 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 അപ്പൊ പൊക്കാൻ മേപ്പെട്ട് ഡൽഹി, ഓൾഡ് ഡൽഹി പ്രത്യേകിച്ചും വളരെ ഇതായിട്ടാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ക്ലൈമറ്റ്, അതെ, ഇതെല്ലാം ക്ലൈമറ്റ് ചേഞ്ചിനെ അഫക്ട് ചെയ്യുന്നു. അപ്പോ കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി. Concept of development has many elements and is difficult to define. It can be viewed ഇതിന്റെ ഡെവലപ്മെന്റിന്റെ ഗോൾസ്, പ്രോസസ്, എക്കണോമിക്, ഹ്യൂമൻ ഡെവലപ്മെന്റ്, ജനങ്ങളുടെ ഓരോരോ എക്കണോമിക് ഡെവലപ്മെന്റ് നമ്മുടെ കുറേക്ക് നല്ലതാണ്. നമ്മുടെ ഇവിടുത്തെ എക്കണോമിക് ഡെവലപ്മെന്റ് ഒക്കെ ഒരുവിധം നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എല്ലാം നമ്മുടെ കൂടിയിട്ടുണ്ട്, അതല്ല പറയുന്നത്. ആൻഡ് എക്കണോമിക് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ടേക്ക് ദി എക്സാമ്പിൾ ഓഫ്, ഒന്ന് ഇൻഡസ്ട്രി വൈസ് നമ്മൾ എക്കണോമിക്കലി നമ്മൾ നന്നായിട്ട് വരും ചില സമയത്ത്. ഇവിടെ അതേമാതിരി ഹ്യൂമൻ ഡെവലപ്മെന്റ് പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ വൈസ് നമ്മൾ മുമ്പാക്കം വരും. മനസ്സിലായില്ലേ? അപ്പൊ അതിനനുസരിച്ചിട്ട് കോളേജും ഹയർ എഡ്യൂക്കേഷനും പാർലമെന്ററി എഡ്യൂക്കേഷനും ഇതെല്ലാം നമ്മൾ ഇപ്പൊ എല്ലാം കുറെ ഡെവലപ്പ് ആയ IITസും അതും ഇതൊക്കെ വന്നിട്ട് കുറെ വികസനം വന്ന്, കോളേജസും ഇതെല്ലാം വന്ന്. പണ്ടൊക്കെ നമ്മൾ ഫോറിനിക്കല്ലേ പോയി വന്ന്. ആൻഡ് ഇൻ ടേംസ് ഓഫ് സസ്റ്റൈനബിലിറ്റി, ഡെവലപ്മെന്റ് മീറ്റിംഗ് ദ ബേസിക് നീഡ് ഇതൊക്കെ പറയുന്നതാണ്. ഈക്വാലിറ്റി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഇതൊക്കെ പറയുന്നതാണ്. ലിവിങ് സ്റ്റാൻഡേർഡ്, ഇംപ്രൂവിങ് ആക്സസ് ടു എഡ്യൂക്കേഷൻ, എല്ലാവർക്കും പഠിക്കാനുള്ളത്. കാരണം അതെല്ലാം പൈസക്കാർക്ക് മാത്രം പഠിക്കാൻ, അങ്ങനെയല്ലല്ലോ. മനസ്സിലായില്ലേ? പഠിക്കാൻ വേണ്ടി മാത്രം നമ്മളെ പിന്നെ എന്താ പറയണ്ടേ, നമ്മൾ പോകുന്നു. പക്ഷെ മറക്കരുത്, പലതും നമ്മളിവിടുന്ന് പോകുന്ന നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് അതൊക്കെ. പക്ഷെ എങ്കിലും നമ്മൾ ഫോറിൻ പോയിട്ട് നമ്മൾ പഠിക്കുന്നു എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് നമുക്ക് ഡിഗ്രി ഇതൊക്കെ വേണ്ടി. പക്ഷേ വാലിഡ് ഡിഗ്രി ആണോ എന്ന് പോലും അറിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, റഷ്യന്ന് നമ്മുടെ യുക്രൈനിൽ നിന്നൊക്കെ വന്നവരുടെ സ്ഥിതി. അവർക്ക് സർജറി, മെഡിക്കൽ ഇതിൽ അഡ്മിഷൻ ഇല്ല, പറ്റില്ല. അവിടുത്തെ ഇവിടുത്തെയും കൂടി 2 പാറ്റേൺ ഡിഫറെന്റ് ആണ്. പിന്നെ
നമ്മളെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാനഡയിൽ പോയിട്ടും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ആസ്ട്രേലിയയിൽ പോയിട്ടും ഇംഗ്ലണ്ടിൽ പോയിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. അതൊക്കെ കാര്യമാണ്. പൈസ ഉള്ളവർ പോകുന്നുണ്ട്. 18 ലക്ഷം 20 ലക്ഷം 30 ലക്ഷം ഒക്കെ അങ്ങനെ പോയിട്ട് അവിടെ കെട്ടിവെക്കണം ആദ്യം കുറേയൊക്കെ പൈസ. കാരണം ആരെങ്കിലും അവിടെ പോയിട്ട് മരിച്ചിട്ടും തിരിച്ചുകൊണ്ടിട്ടുണ്ടാവും ശവം. ഇങ്ങനെയൊക്കെ പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ പക്ഷെ എങ്കിലും നമ്മളെല്ലാം അനുഭവിക്കാൻ തയ്യാറാണ്. പക്ഷെ മറക്കരുത്, ഇത്തരത്തിലുള്ള എല്ലാ നല്ല എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസും ഇന്ത്യയിലുണ്ട് എന്നും കൂടി മറക്കരുത് കേട്ടോ. അതായത് നമ്മുടെ IITs വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ബെസ്റ്റ് ഓർഗനൈസേഷൻസ് ആണ് നമ്മുടെ. മനസ്സിലായില്ലേ? നമ്മുടെ ആളുകളാണ് അവിടെ. എന്നിട്ട് ഇതിപ്പോ ഞാൻ ഒരു ഇത് പറയാണ്, ഇപ്പൊ ഞാൻ ഏതായാലും നിങ്ങളുടെ ഈ ക്ലാസ് എടുക്കാൻ പറയുമ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നതാണ്. ഇത് വന്നത് ഗൾഫിൽ നിന്നാണ് കേട്ടോ. ഗൾഫിൽ നിന്ന് വന്ന് എൻ്റെ ഒരു നീസ് അമേരിക്കയിലെ MS എന്താണ് എടുത്തിട്ട് ഇൻഫർമേഷൻ സിസ്റ്റം എന്താണ് എടുത്തിട്ട് ഡിസ്റ്റിങ്ഷൻ എന്തോ എടുത്തിട്ടാണ് വന്നത് കംപ്ലീറ്റ് എടുത്തു പറഞ്ഞിട്ട് ഐ എം വെരി ഗ്ലാഡ് ടു ഇൻഫോം യു ദാറ്റ് മൈ ഡോട്ടർ ഹാസ് ഗോട്ട് സോ ആൻഡ് സോ എന്ന് പറഞ്ഞിട്ട് അവളുടെ അച്ഛൻ എനിക്ക് അയച്ചിരുന്നു. അതായത് എൻ്റെ മരുമകൻ. ഐ എം റേദർ സർപ്രൈസ്ഡ്. ഈ സർട്ടിഫിക്കറ്റിന്റെ താഴെ 2 സിഗ്നേച്ചർ ഉണ്ട്. 2 സിഗ്നേച്ചറും നമ്മുടെ സൗത്ത് ഇന്ത്യക്കാരാണ്, മലയാളീസാണ്. ഈ യൂണിവേഴ്സിറ്റിയുടെ കൺട്രോളർ ഓഫ് എക്സാമിനേഷനും അതേമാതിരി ആ ബോഡി ഇല്ലേ നമ്മുടെ, അതിൻ്റെ 2ഉം ഈ സർട്ടിഫിക്കറ്റിന്റെ സൈൻ ചെയ്തത് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ആളുകളാണ്. അപ്പൊ നമ്മൾ എന്തുണ്ട് അവിടെ പോയി പഠിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ അവിടെ അതേ പ്രൊഫസേഴ്സും ഒക്കെ ഉള്ളത് നമ്മുടെ ആളുകൾ തന്നെ. അവിടെയും പല പല യൂണിവേഴ്സിറ്റിയിലും എത്രയുണ്ട് എൻ്റെ ഫ്രണ്ട്സ് UK അവിടെ അവര് എത്ര നമ്മൾ മലയാളി ഇതാണ്. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ പുറത്തു പോയിട്ട് നമ്മൾ പഠിച്ച വലിയ മിടുക്കന്മാരാണെന്ന് വിചാരിക്കേണ്ട. ഇവിടെ തന്നെ എത്രത്തോളം സൗകര്യങ്ങളുണ്ട്. ഇവിടുത്തെ IITസും IIMസും ഒന്നും മോശമല്ല. ആദ്യം ട്രൈ ടു യൂട്ടിലൈസ് അവർ ഓൺ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇഫ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ, ഇന്ന് എല്ലാ വിധത്തിലുണ്ട്, ദെൻ യു ക്യാൻ ഗോ ഔട്ട്സൈഡ്. അങ്ങനെയാണ്. അല്ലാണ്ട് പോയിട്ട് നമ്മൾ അവിടെ പോയിട്ട് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിവരം ഉണ്ടാവണമെന്നില്ല കേട്ടോ. അങ്ങനെ വിചാരിക്കരുത്. ഞാനൊരു കാര്യം പറയട്ടെ, അവിടെ പോയി പഠിച്ചു വന്നവരല്ലേ ഇവിടെ, നമ്മുടെ പേര് ഞാൻ പറയുന്നില്ല, അവിടെ പോയിട്ട് പഠിച്ചു വന്നവരല്ലേ നമ്മുടെ പലരും ടോപ്പ് ലെവലിൽ നമ്മുടെ ഫൈനാൻസ് മിനിസ്ട്രിയിലും മറ്റുള്ള സ്ഥലങ്ങൾ, പേര് പറയുന്നില്ല, പേര് പറയുന്നത് അറിയും, വളരെ പ്രസിദ്ധനായ ആളുകളാണ്. എൻ്റെ നമ്മുടെ എക്കോണമിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അൺഎംപ്ലോയ്മെന്റ് സോൾവ് ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റിലോ വേറെ എന്തെങ്കിലുമൊക്കെ അവരെന്തുകൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല? പക്ഷെ നേരെ മറിച്ച് ഫോറിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് രസം. അപ്പോൾ നിങ്ങളുടെ IMF ആയിക്കോട്ടെ, വേറെ എവിടെ ആയിക്കോട്ടെ, നമ്മുടെ സൗത്ത് ഇന്ത്യ നമ്മുടെ ഇന്ത്യക്കാരുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അതേ പ്രകാരം നമ്മുടെ ഇപ്പൊ ഇന്ത്യയിലുള്ള ആളുകൾ ഹാർവേർഡും മറ്റേതൊക്കെ പഠിച്ച് പ്രൊഫസേഴ്സൊക്കെയാണ് പലരും. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താ രംഗരാജൻ, ഇയാളുടെ രഘുനാഥ് ഒക്കെ ഫോറിൻ യൂണിവേഴ്സിറ്റിയിലത്തെ പ്രൊഫസേഴ്സാണ് ഇവരൊക്കെ. അവർ പക്ഷേ വാട്ട് ആർ ദെയർ കോൺട്രിബ്യൂഷൻ? അവരുടെ കോൺട്രിബ്യൂഷൻ ടു ദ കൺട്രി, അവിടെയാണ് പ്രാധാന്യം. See, we are responsible towards the nation. മറക്കരുത്. ഡോക്ടർ അബ്ദുൽ കലാം അധികം പ്രാവശ്യം ഫോറിനൊന്നും പോയിട്ടില്ല. അയാളാണ് ഫാദർ ഓഫ് മിസൈൽ പ്രോഗ്രാം. മനസ്സിലായില്ലേ? അധികം അമേരിക്കയിലും ഇവിടെ പോയിട്ട് അവിടുത്തെ ടെക്നോളജിയും പഠിച്ചില്ല. അയാൾ തന്നെ അവിടെ തന്നെ ഡെവലപ്പ് ചെയ്ത് ഉണ്ടായതാണ് ചെറിയ, അതായത് സിമ്പിൾ ലിവിങ്, ഹൈ തിങ്കിങ്. മനസ്സിലായോ? കാരണം I had an opportunity to work under him. I mean, so അപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് അമേരിക്ക പോയി പഠിച്ചാലേ റഷ്യ പോയി പഠിച്ചാലേ ഉള്ളൂ എന്ന് അങ്ങനെ വിചാരിക്കരുത്. അതായത് നമ്മൾ പഠിക്കണം, നമ്മൾ ഫോക്കസ് ചെയ്താൽ എവിടെ പോയി പഠിച്ചാലും ശരിയാവും, പേടിക്കണ്ട. ഇന്ത്യയും ഒരിക്കലും മോശമല്ല. നമ്മുടെ IITs ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നന്നായിട്ട് നടക്കുന്നതാണ്. JNU, ടേക്ക് ദി എക്സാമ്പിൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിനെ വെല്ലുവിളിക്കാൻ ആരാള്? മനസ്സിലായില്ലേ? അതേമാതിരി IIT ഡൽഹി, IIT മദ്രാസ്, IIT ബോംബെ, വൺ ഓഫ് ദ ബെസ്റ്റ് ഓർഗനൈസേഷൻസ്. അവരാണ് നമ്മുടെ എന്താ പറയണ്ടേ ടോപ്പ് ലെവലിലും ഫോറിലേക്കൊക്കെ ആള് പോകുന്നത്. നാസയിലും ഗീസയിലൊക്കെ വർക്ക് ചെയ്യുന്നത് അവിടെ പോയിട്ട്. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, ഒന്നും നമ്മുടെ മോശമായി കരുതരുത്. അപ്പോ ഇംപ്രൂവിങ് ആക്സസ് ടു എഡ്യൂക്കേഷൻ എല്ലാവർക്കും. പിന്നെ ഭരണഘടന പ്രകാരം 14 വയസ്സ് വരെ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കണം. പിന്നെ എക്സ്പാൻഡിങ് എക്കണോമിക് സോഷ്യൽ ചോയ്സസ്. പിന്നെ ഡെവലപ്മെന്റ് മസ്റ്റ് ബി കൺസീവ്ഡ് ആസ് എ മൾട്ടി ഡയമെൻഷണൽ പ്രോസസ് ഇൻവോൾവിംഗ് റീഓർഗനൈസേഷൻ ഓഫ് ദ എൻറ്റയർ എക്കണോമിക് ആൻഡ് സോഷ്യൽ സിസ്റ്റം. അപ്പോ നമ്മുടെ ഗവൺമെന്റിന്റെ പല പദ്ധതികളുണ്ട്.
ഈ സോഷ്യൽ സിസ്റ്റം നമ്മുടെ ഇമ്പ്രൂവ് ചെയ്യാൻ അത് പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ പോരാ, പദ്ധതി നടപ്പിലാക്കണം, ജനങ്ങൾക്ക് അത് കിട്ടണം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇന്നലെ കണ്ടു ഞാൻ ഒരു പത്രം വായിക്കുന്ന സമയത്ത് ഇവിടെ ഓൾഡ് ഏജ് പെൻഷൻ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം തന്നെ എന്താ പറയണ്ടേ, വളരെ ലേറ്റ് ആണ് കൊടുത്തിരുന്നത്. ഈ പ്രാവശ്യം അത് ഫർദർ ഡിലേ ആകും എന്ന് പറഞ്ഞാൽ ആകെ കിട്ടുന്ന 1600 രൂപ എന്നുള്ള സംതിങ് ആണ്. ഫർദർ ഡിലേ, പൈസ ഇല്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞു. അപ്പൊ നമ്മള് election promise ചെയ്ത പോരാ, we have to fulfill the promise which we are making at the time of അല്ലെങ്കിൽ പ്രഖ്യാപിക്കരുത്. അതാണ് പറയുന്നത്. See, must be conceived, അതായത് ഇൻവോൾവിംഗ് റീഓർഗനൈസേഷൻ ഓഫ് ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ സിസ്റ്റം. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തും നമ്മൾ നല്ലത് ചെയ്യണം. അത് ഒരു കൂട്ടം മാത്രമൊക്കെ അവരത് അത് ഇന്ത്യയുടെ എല്ലാ സ്ഥലത്തും. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇൻഡസ്ട്രീസ്, ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ഇൻഡസ്ട്രീസ്. എല്ലാ ഇൻഡസ്ട്രീസും സർട്ടൻ സ്റ്റേറ്റ്സിൽ മാത്രമാണ്, ചില സ്റ്റേറ്റുകളിൽ ഇൻഡസ്ട്രീസേ ഇല്ല. വാട്ട് അബൌട്ട് ബീഹാർ? എത്ര ഇൻഡസ്ട്രി ഉണ്ട് ബീഹാറിൽ? ബീഹാറിനെ പറ്റിയിട്ട് അറിയാം നിങ്ങൾക്ക്? ബീഹാറിലെ യഥാർത്ഥത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, അവിടുത്തെ മിനറൽസ് ആൻഡ് മെറ്റൽസ് പ്രോപ്പറായി നമ്മളത് പ്രിസർവ് ചെയ്യുക, സ്റ്റേറ്റിന് വളരെ നന്നായി നമ്മളെ താലോലിക്കുക അല്ലെങ്കിൽ പരിപാലനം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലത്തെ മുഴുവൻ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ബീഹാറിന് പറ്റും. അത്ര അധികം നാച്ചുറൽ റിസോഴ്സസ് ഉള്ള, മിനറൽസ് ആൻഡ് മെറ്റൽസ് ഉള്ള സ്റ്റേറ്റ് ആണ് ബീഹാർ. അപ്പോ അവിടെ എത്ര ഇൻഡസ്ട്രീസ് ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇൻഡസ്ട്രീസ് നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ രാഷ്ട്രീയം ഒന്നും കാണരുത്. എല്ലാ സ്റ്റേറ്റിലും നമുക്ക് വേണം, എല്ലാ യൂണിയൻ ടെറിട്ടറിയും വേണം. ജനങ്ങൾക്ക് നല്ല ജോലി കിട്ടൂ, ജനങ്ങൾക്ക് എന്നാലല്ലേ കിട്ടൂ. മനസ്സിലായില്ലേ? അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞത്, എക്കണോമിക് ആൻഡ് സോഷ്യൽ സിസ്റ്റം, എക്കണോമിക് ഗ്രോത്ത് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മീൻസ് ടു ഡെവലപ്മെന്റ്. പിന്നെ കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിലിറ്റി, നിലനിൽക്കുക സുരക്ഷിതത്വത്തിലൂടെ ലോങ് ടേം പ്ലാനിങ് ആണ് വളരെയധികം നമുക്ക് വേണ്ടത്. ലോങ് ടേം പ്ലാനിങ് ഇല്ല നമ്മുടെ. സോറി ടു സേ ദാറ്റ്. നമ്മുടെ എന്താ വേണ്ടത് വെച്ചാൽ ആൾവേസ് ദർ ഷുഡ് ബി എ വിഷൻ. നമ്മുടെ ഷോർട്ട് ടേം ആവരുത്. അത് ആരായിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ, നമ്മുടെ ഇന്റർനാഷണൽ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ലോങ് ടേം വയബിലിറ്റി വേണം. ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്ന് എന്താണ് നമ്മുടെ ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, അതും കൂടി നോക്കണം. സോ അത് കമ്മ്യൂണിറ്റിക്ക് ഉപകാരമാണോ നോക്കണം. എന്തെങ്കിലും കാട്ടിക്കുട്ടിയിട്ട് ഉണ്ടാക്കിയാൽ പോരാ, അത് കമ്മ്യൂണിറ്റിക്ക് പ്രയോജനമാണോ നോക്കണം. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സൊസൈറ്റിയിൽ, അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നടമാടുന്ന പ്രാക്ടീസസ് അതൊന്നും മാറ്റാൻ പറ്റില്ല. കാരണം ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്യുന്നതാണ് അതൊക്കെ. ആളെപ്പത്തേക്ക് ഇതൊന്നും മാറ്റാനൊന്നും പറ്റില്ല. മനസ്സിലായില്ലേ? സോ ദ ഐഡിയ റോസ് ടു പ്രൊമിനൻസ് വിത്ത് ദ മോഡേൺ എൻവയോൺമെന്റൽ മൂവ്മെന്റ് with rebuke at the unsustainable character of contemporary societies. അപ്പൊ nature of resource use, അപ്പൊ നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് എല്ലാം നോക്കട്ടെ, വായു ആയിക്കോട്ടെ, വെള്ളം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ആ റിസോഴ്സസ് പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്യണം. ഡ്രിങ്കിങ് വാട്ടർ ഷോർട്ടേജ് ഇസ് ദർ, സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാ, ഈ കൊച്ചി 4 പുറം കനാൽ എന്താ പറയാ, വെമ്പനാട്ട് കായലും മറ്റേത്. പക്ഷെ ഡ്രിങ്കിങ് വാട്ടർ കിട്ടാത്ത സ്ഥലമുണ്ട്, ചില ദ്വീപ് സമൂഹങ്ങളുണ്ട് ഇതിനിടയില്. ആ വീട്ടിൽ ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്നില്ല. മനസ്സിലായി? 4 പുറം വെള്ളം, പക്ഷെ ഡ്രിങ്കിങ് വാട്ടർ ഇല്ല. മനസ്സിലായില്ലേ? അങ്ങനത്തെ ചില സ്ഥലങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഡ്രിങ്കിങ് വാട്ടർ ഷോർട്ടേജ് ഈസ് ദർ. ആൻഡ് ഇൻ ഫ്യൂച്ചർ ഓൾസോ because water level is going down because of the exploitation and heavy population. The concept of sustainability is a condition or quality of something that can sustain, defend, maintain or conserve something else. Sustainability can be achieved through proper integration and human, മനുഷ്യരും എൻവയോൺമെന്റും തമ്മിലുള്ള ആ ഇന്റിഗ്രേഷൻ വളരെ അത്യാവശ്യമാണ്. മനുഷ്യനും എൻവയോൺമെന്റും മനസ്സിലായില്ലേ? The system protection of environmental, social and economic issues must integrate the sustainable development process. അപ്പൊ ഇതൊക്കെ വളരെയധികം ഇന്റിഗ്രേറ്റഡ് ആയിട്ട് എൻവയോൺമെന്റിനെയൊക്കെ വളരെ നമ്മൾ കാത്തു സൂക്ഷിച്ച് നാളേക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം ഇന്ന്. അതായത് ഒരു മരം വെട്ടുമ്പോൾ വേറെ 10 മരം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നാളെ അത് തണലായിട്ട് മറ്റുള്ളവർക്ക്, നമ്മുടെ ജനങ്ങൾക്ക് കിട്ടും. മനസ്സിലായില്ലേ? അതേമാതിരി നമ്മളെ കിണറായിക്കോട്ടെ, എന്തായാലും ആവശ്യത്തിന് എടുക്കുക, ബാക്കിയുള്ളത് അവിടെ നിൽക്കട്ടെ, വെള്ളം അവിടെ നിൽക്കട്ടെ. അല്ലാണ്ട് കിട്ടുന്നിങ്ങോട്ട് പോരട്ടെ വെച്ചാൽ അത് നാളേക്ക് ഉണ്ടാവില്ല, എല്ലാം ഡ്രൈ ആവും. അങ്ങനെ കംപ്ലീറ്റ് പല സ്ഥലങ്ങളും ഡ്രൈ ബെൽറ്റായിട്ട്
പരിണമിച്ചിട്ടുണ്ട്. ഓക്കെ, സോ എബിലിറ്റി ഓഫ് ദ എൻവയോൺമെന്റ് സിസ്റ്റം വിൽ ബി അഫക്റ്റഡ്. ദ ഔട്ട്പുട്ട് ഡെവലപ്മെന്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ. അപ്പോൾ therefore sustainable development is the key to achieve sustainability, which is considered the final long term goal. In other words, sustainable development, അതായത് activity or process ensures that a system work in the long term. പറഞ്ഞു. The ecological footprint is a measure of sustainability. Ecological, okay, it is a measure of a physical area required to provide the resources consumed by an individual. ഒരാള് എത്ര കൺസ്യൂം ചെയ്യുന്നുണ്ട് അത്, സോ ഓർ എ നേഷൻ എത്രത്തോളം ആവശ്യമുണ്ട് അത്. It is a measure of sustainability based on the recognition that when resources are consumed faster than, അതായത് മുമ്പേ കൂട്ടിയിട്ട് നമ്മൾ എല്ലാ റിസോഴ്സസും ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഇനി ഉണ്ടാവില്ല. they are eventually depleted. അങ്ങനെ നമ്മൾ മുമ്പേ കൂട്ടിയിട്ട് എല്ലാം എടുത്തു വിചാരിക്കുക, പിന്നീട് ഉണ്ടാകില്ല. So parallel references can also be found, such as environmental sustainability. എന്താണ് environmental sustainability? The ability of environmental resources to support an activity or set of activities. Economic sustainability പറഞ്ഞാൽ the ability of an activity or set of activity to yield economic benefit greater than അതായത് സാമ്പത്തികമായിട്ട്, മറ്റേത് എൻവയോൺമെന്റ് ആയിട്ട്, മറ്റേത് അടുത്ത് വരുന്നു social ആയിട്ട് sustainability, ability of social structure and or behavior to support an activity without being undermined by it. Okay, അപ്പോൾ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ഉണ്ട്, എക്കണോമിക് ആയിട്ട്, സാമ്പത്തികമായിട്ട്, സോഷ്യൽ ആയിട്ട്. ക്ലൈമറ്റ് ചേഞ്ച്, അപ്പോൾ മെയിൻ ഇമ്പാക്ട് ക്ലൈമറ്റ് ചേഞ്ചിന് എന്തൊക്കെയാണ്? ഇൻക്രീസ് ഇൻ ലോക്കൽ ഏവറേജ് ടെമ്പറേച്ചർ, ചിലപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു, ചിലപ്പോൾ കുറയുന്നു. വെള്ളം ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ, വെള്ളത്തിലും അതേമാതിരി ലാൻഡിലും ടെമ്പറേച്ചർ കൂടുന്നു, കുറയുന്നു. 2, റെയിൻഫോൾ അൺപ്രഡിക്റ്റബിൾ, സീസണൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല. വേനൽക്കാലം പറഞ്ഞാൽ മഴക്കാലം, മഴക്കാലം പറഞ്ഞാൽ വേനൽക്കാലം. അതേമാതിരി നമ്മുടെ സൗത്ത് വെസ്റ്റേൺ മറ്റേ എന്താ പറയണ്ടേ, തുലാവർഷം പറഞ്ഞാൽ വേറെ മകരവർഷമായിരിക്കും. അങ്ങനെയൊക്കെ ചില മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അതെ, ഇപ്പൊ തുലാവർഷം പറഞ്ഞാണ് ചെന്നൈയിലാണ് മഴ പെയ്യുന്നത്. ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി and intensity of large storms and tropic cyclone, അപ്രതീക്ഷിതമായിട്ട് അതും വരുന്നു. ഇൻക്രീസ് ഇൻ എവാപ്പറേഷൻ ലോസസ്, നീരാവി ഫ്രം പ്ലാന്റ്സ് ആൻഡ് വാട്ടർ സർഫേസസ്. വെള്ളം ഉണ്ടെങ്കിലല്ലേ നീരാവി ഉണ്ടാവൂ, ചൂട് അല്ലേ. പിന്നെ പ്ലാന്റ് ഉണ്ടെങ്കിലല്ലേ അതിനുള്ള ഇതുണ്ടാവൂ, ഓക്സിജനും മറ്റേതെല്ലാം കിട്ടൂ. പിന്നെ ഇൻക്രീസ്ഡ് മെൽറ്റ്, കാർബൺ ഡയോക്സൈഡ് എല്ലാം നമ്മുടെ എമിഷനാണ് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത്. ഇൻക്രീസ്ഡ് മെൽറ്റിംഗ് ഓഫ് ഗ്ലേസിയേഴ്സ്, വളരെ 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 അപകടം പിടിച്ച സ്ഥലമാണ് നമ്മുടെ ഇന്ത്യയുടെ നോർത്തേൺ ബെൽറ്റ്. അതായത് ഹിമാലയത്തിന്റെ അടിവാരം, ഉത്തരാഖണ്ഡ്, ലഡാക്ക്, നമ്മുടെ ജമ്മു കാശ്മീര്, ഹിമാചൽ പ്രദേശ്, ഇതൊക്കെ അങ്ങനെ അങ്ങനെ പോകുന്നു. ഓക്കെ, ഗ്ലേസിയർ, മഞ്ഞിടിയലും മറ്റേതൊക്കെ കണ്ടില്ലേ നമ്മുടെ ഉത്തരാഖണ്ഡില്ലേ. ബാക്കി പറയണ്ടല്ലോ, ഐസ് ബോഡീസ്, മഞ്ഞ്. പിന്നെ അത് പ്രവഹിച്ച്, അതാണ് പാകിസ്ഥാനിലെ ഫ്ലഡ് ഉണ്ടായത്. ഈ റീസെന്റ് ആയിട്ട് അനവധി ആള് മരിച്ചത് ഈ ഗ്ലാസിയർ ഇത് ചെയ്തിട്ടാണ്. ഐസ് മെൽറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ഒഴുകി കംപ്ലീറ്റ് അങ്ങോട്ട് പോയി അങ്ങോട്ട് പ്രവഹിച്ചുകൊണ്ട് കംപ്ലീറ്റ് തടഞ്ഞ അതിഭയങ്കരമായിട്ടല്ലേ ഉണ്ടാവുക ഒഴുക്ക്. അപ്പോ വളരെ, അതുമല്ല ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെല്ലാം ഭയങ്കര ശക്തിയിലാണ് ഒഴുകുന്നത് കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കടലിലത്തെ ലെവൽ, വാട്ടർ ലെവൽ ഈസ് റൈസിങ് ആൻഡ് ഓഷ്യൻ അസിഡിഫിക്കേഷൻ. കടൽ, പിന്നെ ഓഷ്യൻ, സമുദ്രം, അതും അതെ പൊള്യൂട്ടഡ് ആവുന്നു. ഇനി മോർ ഡാമേജ് ഫ്രം ഹൈ വിൻഡ്, കാറ്റ്. അതാണ് ഇപ്പൊ കോഴിക്കോട് നടന്നത്. ഡിസ്റപ്റ്റഡ് ക്രോപ്പ്, അതുകൊണ്ട് എന്താ പറ്റുന്നറിയോ, കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. മഴ പെയ്യുമ്പോഴല്ലേ ഇത് ചെയ്യുക. അപ്പൊ അവർക്കറിയില്ല എപ്പോഴാണ് മഴ, ഡ്രോട്ട് വരുന്നു, അപ്പൊ അവരെല്ലാം നശിക്കുന്നു. അതേമാതിരി ക്രോപ്പ് പെസ്റ്റ് ഡിസീസസ് ഓരോന്ന് തിന്നുന്നു, പുഴുക്കളും മറ്റേതൊക്കെ. വാട്ടർ റിക്വയർമെന്റ് ഇല്ല. ഹീറ്റ് വേവ്സ്, ചൂടുകാറ്റ്, രാജസ്ഥാൻ നോക്കൂ, ഹീറ്റ് വേവ് ഡിസീസ്, അത് അസുഖങ്ങളും ഉണ്ടാവില്ലേ ഹീറ്റ് വേവ്സിന്റെ. അറിയില്ല നിങ്ങൾക്ക്, പഞ്ചാബ് ആയിക്കോട്ടെ, ഹരിയാന ആയിക്കോട്ടെ, ഇവിടെ ഹീറ്റ് വേവ്സ് ഒക്കെ. ഉത്തർപ്രദേശ് ഇൻക്രീസ് വാട്ടർ, ആന്ധ്രാപ്രദേശ് ഓൾസോ ഇൻക്രീസ് വാട്ടർ ഡിമാൻഡ്, വെള്ളം എവിടുന്ന് കൊണ്ടുവരും. ആൻഡ് റെഡ്യൂസ് വാട്ടർ അവൈലബിലിറ്റി. അപ്പോൾ ആവശ്യമില്ലാത്ത വെള്ളം വളരെ പ്രഷ്യസ് ആണ് എന്ന് ഓർക്കണം. പിന്നെ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ്, നോ ക്രൈസിസ് ഇൻ വേൾഡ് ഹിസ്റ്ററി. ഇതേമാതിരി ഒരു സംഭവം ലോകത്തില് ഉണ്ടായില്ല. അതായത്
ഇന്റർ ഡിപെൻഡന്റ് ആണ് ലോകം മുഴുവൻ ഈ ഗ്ലോബൽ എൻവയോൺമെന്റിൽ. അത് മനസ്സിലായി, ഇവിടെ നടക്കുന്നത് അവിടെ നടക്കും. അപ്പൊ ഇന്റർ ഡിപെൻഡന്റ് ആണ്. അപ്പൊ വേറൊരു കാര്യത്തിൽ ഇന്ത്യ ലോകത്തിൽ ഇത്ര ഒത്തൊരുമയില്ല, ഇൻക്ലൂഡിംഗ് ക്ലൈമറ്റ് ചേഞ്ച്. ടുഡേ all the global efforts to address environmental problems are governed by the principles of common but differentiated response. പല വിധത്തിലും പല ഇതാണ് ചെയ്യുന്നത്. സോ ഡെവലപ്ഡ് കൺട്രീസ് ആൾസോ നീഡ് ടു പ്രൊമോട്ട് ആൻഡ് ഫൈനാൻസ് ട്രാൻസിഷൻ ടു ലോ കാർബൺ. അപ്പൊ ലോ കാർബൺ ആണ് വേണ്ടത്. കാർബണിന്റെ അധികം കൂടുതൽ എമിഷൻ പാടില്ല, സോഷ്യൽ സേഫ്റ്റി വേണം, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം, ഫ്യൂച്ചർ ചാലഞ്ചസ്. പിന്നെ ഡെവലപ്ഡ് കൺട്രിയിലാണ് ഏറ്റവും പ്രശ്നങ്ങൾ വരുന്നത്, അമേരിക്ക ഇതിലൊക്കെ. അപ്പൊ അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഡെവലപ്ഡ് കൺട്രി, അവിടെ പൊല്യൂഷൻ കൂടുതലാണ്. ദി എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് എ കൺട്രി എമിറ്റ്സ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ ദ, അവിടെ എത്ര ഇൻഡസ്ട്രീസും എക്കണോമിയും കൂടുതലാണ് എങ്കിൽ ജപ്പാൻ, അമേരിക്ക, ഇംഗ്ലണ്ട് ഇവിടേക്ക് പൊല്യൂഷൻ കൂടുതലാണ്. ആൻഡ് ദ എഫിഷ്യൻസി ഓഫ്, പിന്നെ റേഡിയേഷൻ, നമ്മുടെ IT അതിൽ റേഡിയേഷൻസ് ഉണ്ട്. ഈവൻ ദോ, കാരണം നമ്മൾ ഹാർഡ്വെയർ എല്ലാം ത്രോ ചെയ്യുന്നു, ലാൻഡ് പൊല്യൂഷൻ എല്ലാം, റേഡിയേഷൻസ് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ അത് അഫക്ട് ചെയ്യുന്നു. വേൾഡിലെ പോപ്പുലേഷൻ പലവിധ അസുഖങ്ങൾ വരുന്നു. ദർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആൻഡ് എനർജി കൺസംപ്ഷൻ പെർ ക്യാപിറ്റൽ ആർ റിലേറ്റീവ്ലി ലോ. So development is a multi-dimensional process which enables the people to meet their basic need. അപ്പൊ ഇതൊക്കെ പറഞ്ഞതാണ്. ഇതെല്ലാം ബേസിക്, റെഡ്യൂസിങ് പോവർട്ടി, ഇൻഈക്വാലിറ്റി, ഇതെല്ലാം പറഞ്ഞു ഞാൻ. അങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പോസസ് ആൻ അൺപ്രീസിഡന്റഡ് സ്കെയിൽ ഓഫ് ബർഡൻ. അപ്പൊ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് വളരെയധികം നമുക്ക് പ്രഷർ തരുന്നുണ്ട്. കാരണം എന്താ അറിയോ, അഗ്രികൾച്ചർ ഇപ്പൊ നോക്കൂ, ഇവിടെ അരി ഇല്ലാണ്ട് ആന്ധ്രയിലാണ് പോകുന്നത്. നേരെ മതി ഇവിടെ അരിയുടെ നെല്ലിന്റെ കലവറയാണ് പാലക്കാട്, കുട്ടനാട്, അതൊക്കെ. പക്ഷെ ക്ലൈമറ്റിന്റെ ഓരോ പ്രത്യേകത കൊണ്ട് ചില സമയത്ത് കൊയ്യണ സമയത്ത്, കൊയ്ത്ത് സമയത്ത് നമുക്ക് മഴ അതിൽ നശിച്ചു പോകുന്നു ചിലപ്പോൾ. അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. സോ വി ആർ ഡിപ്പെൻഡിങ് ഓൺ അതർ സ്റ്റേറ്റ്സ്. സോ ഇങ്ങനത്തെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഓരോ ഇതാണ്. ഇറ്റ്സ് ഇമ്പാക്ട് ഓൾറെഡി വിസിബിൾ. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഗ്യാസ് എമിഷൻസ്, എവരിതിങ്, എയർ പൊല്യൂഷൻ, ഇതെല്ലാം നമ്മളെ. അടുത്തത് യൂണിറ്റ് 8, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഈ ചാപ്റ്ററിന്റെ the relationship between sustainable development and food security. Okay, now concept and evaluation of sustainable and evaluation of sustainable development, meaning and concept of food security, dimensions of food security, relationship between sustainable development and food security. ഇതാണ് ഇതിൽ പറയുന്നത്. On the concept and evaluation of sustainable development, meaning and concept of food security, and dimensions of food security, relation objective. For healthy and productive life, everyone should have sufficient access to nutritious food. നമ്മൾ ഫുഡിനെ പറ്റി പറയുന്നത്, ഭക്ഷണം കഴിച്ചാൽ ന്യൂട്രീഷ്യസ് ആയിരിക്കണം ആൻഡ് അഫോർഡബിൾ. അല്ലാണ്ട് ന്യൂട്രീഷ്യസ് കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ടവാനം കാശ് ചിലവാക്കാൻ പറ്റില്ലല്ലോ. അഫോർഡബിൾ, നമുക്ക് നമ്മുടെ കയ്യിൽ കാശ് വേണ്ടേ. റിലേഷൻ ബിറ്റ്വീൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി ഈസ് ഹൈലി കോംപ്ലക്സ്. എല്ലാവർക്കും നല്ല ഭക്ഷണം, ന്യൂട്രീഷ്യസ് ഭക്ഷണം കിട്ടുക പറഞ്ഞാൽ കോംപ്ലക്സ് സിറ്റുവേഷൻ ആണ്. ആൻഡ് അസ്യൂംഡ് ഗ്രേറ്റർ സിഗ്നിഫിക്കൻസ് ഇൻ ദ പ്രസന്റ് ടൈം. ഇന്നത്തെ കാലത്ത് ഈ വിഷമൊന്നും അടങ്ങാത്ത, അതായത് അഡൾട്ടറേറ്റഡ് അല്ലാതെ, പാലായിക്കോട്ടെ എന്തായിക്കോട്ടെ എല്ലാം പല 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 മായം ചേർത്ത പലതുമാണ്. അപ്പൊ വളരെ നെസസിറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഹെൽത്ത് കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാലൊക്കെ അറിയാലോ എന്താ സ്ഥിതി എന്ന്. സോ ദ വെരി നോഷൻ ഓഫ് സസ്റ്റൈനബിലിറ്റി ഇൻ ഫുഡ് പ്രൊഡക്ഷൻ സിസ്റ്റം ഇൻക്ലൂഡിങ് അഗ്രികൾച്ചറൽ, പിന്നെ നമ്മുടെ ജീവജാലം, നമ്മുടെ പശുക്കളും കന്നുകാലികൾ ആൻഡ് ഫിഷറീസ് ഈസ് ഇൻട്രിൻസിക്കലി ലിങ്ക്ഡ് ടു ദ ഐഡിയാസ് ഓഫ് ആഡിക്വേറ്റ് ഫുഡ് ആക്സസബിൾ. എല്ലാവരും ഭക്ഷണം വേണം, മൃഗങ്ങൾക്കും വേണം, ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും. To ensure long-term food security, application of the principles and core values of sustainable development, food production is important. അല്ലേ? അപ്പോൾ ഫുഡ് പ്രൊഡക്ഷൻ ആവശ്യമാണ്. നമ്മളെ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ അഗ്രികൾച്ചർ മിനിസ്റ്റർ ആയിക്കോട്ടെ, ഫുഡ് മിനിസ്റ്റർ ആയിക്കോട്ടെ, ഇങ്ങനെ പറയും ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്നലത്തെ എക്സാമ്പിൾ ഞാൻ പറയാം. ആരും കുറ്റം പറയല്ല, ഞാൻ ഇതിന്റെ സബ്ജക്റ്റ് ആണ് പറയുന്നത്. ഐ ഡോണ്ട് ഹാവ് എനി ഒരു രാഷ്ട്രീയം ഒന്നും ഇല്ലാത്തതാണ് ഞാൻ, കേട്ടോ. ഓർമ്മിങ്ങനെ ദയവ് ചെയ്തിട്ട്. പക്ഷെ ഞാൻ കണ്ടത് പറയും. അത് എന്താ പറയുക, ഒരു രാഷ്ട്രീയം ഇല്ലാത്ത ഒരാളാണ് ഞാൻ, എനിക്ക് ഒന്നിലുമില്ല. പക്ഷെ ഞാൻ പറയുന്ന കാര്യം ഇതിന്റെ റിലവൻ്റ് ആണ്. നോക്കൂ, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, ഫുഡ് പ്രൊഡക്ഷൻ. നമ്മുടെ കേരളം ദൈവം അനുഗ്രഹിച്ചു തന്ന 44 നദികളുണ്ട് നമ്മുടെ. മനസ്സിലായോ? 41 നദി പടിഞ്ഞാട്ടും 3 നദി കിഴക്കോട്ടും ഒഴുകുന്നു. എന്നിട്ടും നമുക്ക് വെള്ളമില്ല. മനസ്സിലായോ? എല്ലാം കടലിൽ ഒഴുകി പോകുന്നു.
അതിന് നമ്മൾ പ്രിസർവ് ചെയ്യുന്നുമില്ല. എല്ലാം പൊല്യൂട്ടഡ്, വാട്ടർ പൊല്യൂട്ടഡ് ആണ്. എല്ലാ നദികളും ഡയറക്ഷൻ തിരിച്ചു വെച്ചിട്ടുണ്ട്. അത് അറിയാലോ എന്താണ്, അത് ഞാൻ പറയുന്നില്ല. ഇനി പ്രശ്നം നോക്കിക്കോളും, കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ ആളുകൾ കൃഷി ചെയ്യാൻ തയ്യാറില്ല, വെള്ളത്തിൽ ഇറങ്ങാനും തയ്യാറില്ല. ഇപ്പോൾ അയാളുടെ ജസ്റ്റ് 1 വീക്ക് ബാക്ക് ഞാൻ എൻ്റെ നാട്ടിൽ പോയപ്പോൾ കണ്ടത്, ഞാൻ എൻ്റെ വീട്ടിന് മുമ്പിൽ തന്നെ ഹിന്ദിയിൽ സംസാരിക്കുന്ന ആളുകളാണ് കണ്ടത്. കൃഷി ചെയ്യുന്ന ആളുകളെല്ലാം കരാറെടുത്തിട്ട് ബംഗാളിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നൊക്കെ ആളുകൾ വന്ന് കരാറെടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നത്. നമ്മുടെ മലയാളീസ് എല്ലാം ഫോറിനിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഔട്ട്സൈഡ് കേരളയിലൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ആളുകൾ കൃഷി ചെയ്യുന്നില്ല. ഒന്ന്, അതവിടെ ഇരിക്കട്ടെ, ആരോ ചെയ്യട്ടെ, കാരണം അവർക്ക് എല്ലാവരും ഇന്ത്യക്കാരാണ്, അതല്ല. പക്ഷെ ഇവിടെ ഗ്രേറ്റസ്റ്റ് പ്രോബ്ലം അതല്ല. ഈ കർഷകര് കൃഷി ചെയ്തിട്ട് നെല്ല് കൂട്ടിക്കിടക്കണം. അപ്പൊ മഴ വന്നാൽ മുളയ്ക്കും. അത് ലിഫ്റ്റ് ചെയ്യാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തയ്യാറില്ല. എന്തോ റേറ്റിലോ എന്തോ ഹെഡ്ലോഡ് വർക്കേഴ്സിന് എന്തോ പ്രശ്നം കൊണ്ട് ഈ നെല്ലെല്ലാം കൂട്ടിക്കിടക്കുകയാണ് കോംപ്ലീറ്റ്. അപ്പോൾ അവസാനം കർഷകര് ഇതിനേക്കാളും ഭേദം ഈ കത്തിച്ചു കളിയാന്നല്ല, കാരണം അഥവാ മഴ പെയ്തു വെച്ചാൽ അത് മുളയ്ക്കും. എത്രയോ നെല്ല്, അത് ഞാൻ പാലക്കാടത്തെ കാര്യം പറഞ്ഞ, നെല്ല് നമ്മുടെ കലവറയാണ് കേരളത്തിന്റെ, അവിടുത്തെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. നെല്ല് സിവിൽ സർവീസ് കോർപ്പറേഷൻ എടുക്കുന്നില്ല നെല്ല്. എന്നിട്ട് പേപ്പറിലെല്ലാം വന്നതിന് ശേഷം കർഷകർ കരയുക, കാരണം അവർക്ക് 10 പൈസ കിട്ടുന്നില്ല. അവിടെ നിന്ന് എപ്പോഴാണ് മഴ പെയ്യാന്നറിയാം. ഇതെവിടെ സ്റ്റോർ ചെയ്യുക? സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം വേണ്ടത്, കാരണം പാടത്ത് തന്നെ കിടക്കണല്ലേ ഇത്. കാരണം ഇപ്പൊ മെഷീൻ വൈസ് ആണല്ലോ കംപ്ലീറ്റ്. എന്നിട്ട് അവസാനം എന്തോ ലിഫ്റ്റ് ചെയ്ത്, എന്തോ സംതിങ് പോയി ലിഫ്റ്റ് ചെയ്തു. പക്ഷേ അരിയുടെ വില 60 രൂപ 65 രൂപയിലെത്തി. എന്നിട്ട് ഇന്നലെ ആന്ധ്രാപ്രദേശിന്റെ മിനിസ്റ്റർ വന്നിട്ട് there was a meeting by the അഗ്രികൾച്ചർ ഫുഡ് മിനിസ്റ്റർ, എന്താ അതിന്റെ പേര്, ഭക്ഷ്യമന്ത്രി. എന്നിട്ട് ജയ അരി വേണം എന്ന് പറഞ്ഞപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്ന്. എങ്ങനെയുണ്ട്? വല്ല ആവശ്യമുണ്ടോ? 3 മാസം കഴിഞ്ഞിട്ട്, കാരണം അവിടുത്തെ ചില അവരുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അവിടെ. 3 മാസം കഴിഞ്ഞിട്ട് സപ്ലൈ ചെയ്യുക വേണം വെച്ചാൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ, ചായപ്പൊടിയോ മുളക്, ചുവന്ന മുളകൊക്കെ ഞാൻ സപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, കൺ യു പ്രൊഡ്യൂസ് ഹിയർ? മാത്രം ഇവിടെ വെജിറ്റബിൾ ഉണ്ടാക്കാൻ പറ്റില്ലേ? അതേമാതിരി ഇവിടെ പുഷ്പങ്ങള്, ഓണത്തിന് പുഷ്പങ്ങള് കർണാടകയിൽ നിന്ന് തമിഴ്നാടെന്ന് പറഞ്ഞു. അപ്പൊ എന്താ കാരണം എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഹാഡ് ടു എൻകറേജ് ദ ഫാർമേഴ്സ് ടു പ്രൊഡ്യൂസ് ആൻഡ് പൈസ അവർക്ക് അതനുസരിച്ച് കൊടുക്കണം. ഓണത്തിന് പുഷ്പങ്ങൾ വരുന്നത് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നാണ്. നമുക്ക് ഓണത്തിന്റെ ഇതെല്ലാം വരുന്നത്, തുണികളെല്ലാം വരുന്നത് കോയമ്പത്തൂരിൽ നിന്നും മേട്ടുപാളയത്തിൽ നിന്നും മറ്റും ഇവിടുന്നൊക്കെയാണ്. അപ്പൊ എന്താ പറയുന്നത്, വി ആർ വളരെ ടാലന്റഡ് ആയ ആളുകളുണ്ട് ഇവിടെ. അവരെ എൻകറേജ് ചെയ്തിട്ട് നമ്മുടെ കൃഷി ആയിക്കോട്ടെ, അതൊക്കെ അതിന്റെ സ്കേഴ്സിറ്റി ഉണ്ടാവില്ല. അത് ചെയ്യാതെ നമ്മൾ മറ്റുള്ള സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നോക്കൂ. ഗോതമ്പ്, ഹരിയാന, പഞ്ചാബ്, മനസ്സിലായില്ലേ? അങ്ങനെ ഓരോന്നും ഓരോ സ്റ്റേറ്റിന്റെ കോഴിമുട്ട അടക്കം നമ്മൾ തമിഴ്നാട് എന്ന് പറയുന്നത്. ആൻഡ് വി ആർ ഗെറ്റിംഗ് ഐ കനോട്ട് ടെൽ ബിക്കോസ് ഇറ്റ് നോട്ട് ഗുഡ് ക്വാളിറ്റി സംടൈംസ്. ഓക്കെ, ദാറ്റ് ഓൾസോ ഐ ക്യാൻ ടെൽ യു. സോ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്, ഫുഡ് പ്രൊഡക്ഷൻ പറഞ്ഞാൽ പോരാ, ഫുഡ് പ്രൊഡക്ഷൻ എന്താണ്, വാട്ട് ഇനിഷ്യേറ്റീവ് വി ആർ ടേക്കിംഗ്. വി ഹാവ് ടു ലേൺ എ ലെസൺ ഫ്രം ദ സ്റ്റേറ്റ്സ് ലൈക്ക് രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, എക്സെട്ര എക്സെട്ര. ദാറ്റ്സ് ഓൾ. ബാക്കി ഞാനൊന്നും പറയുന്നില്ല. ഹൗ ദേ ആർ മോട്ടിവേറ്റിംഗ് ദ പീപ്പിൾ, മണ്ഡി സിസ്റ്റം, മാർക്കറ്റ്, ഹൗ ദേ ആർ സെല്ലിംഗ് ദ പ്രൊഡക്ട്സ്. വെജിറ്റബിൾ ആയിക്കോട്ടെ, എങ്ങനെയാണ് ഗവൺമെന്റ് അവിടെ മാർക്കറ്റ് ബോർഡ് ഉണ്ട്, മണ്ഡി ബോർഡ്, ഇതൊക്കെ ഉണ്ട്. അതേമാതിരി ചെയ്യണം. കാരണം അവർക്ക് സാധനങ്ങൾ നമ്മുടെ കർഷകർക്കും വിറ്റ കാര്യം. ഓക്കെ, ആ പച്ചക്കറി ഇവിടെ ഉണ്ടാവില്ലേ നമ്മുടെ മണ്ണില്? ഓക്കെ, സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് യു മസ്റ്റ് ഹാവ് ഗാതേർഡ് ബൈ നോ ഈസ് എ, തെറ്റിദ്ധരിക്കണം ഞാൻ പറഞ്ഞ കേട്ടോ, ആരും തെറ്റിദ്ധരിക്കണ്ട. സോ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഡെവലപ്മെന്റ് പ്രോസസ് ദാറ്റ് എനേബിൾസ് ദ പ്രസന്റ് ജനറേഷൻ. ഞാൻ പറയുന്നത് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണമെന്ന്. കൺസെപ്റ്റ് ആൻഡ് എവാലുവേഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൺസെപ്റ്റ്, നീഡ്, ഐഡിയ, ലിമിറ്റേഷൻ, മ്യൂച്വാലിറ്റി, എല്ലാവരും കൂടി സഹകരണം, മ്യൂച്വാലിറ്റി, സസ്റ്റൈനബിലിറ്റി എന്നെന്ന് നിലനിൽക്കുന്നത്, ഇന്റിഗ്രേഷൻ, കോർഡിനേഷൻ. ഓക്കെ, കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. Sustainable development is a process of integrating economic, social, and environmental objectives of development. The most popular definition of the term of sustainable development was coined by the United Nations Commission
on environment and development, in 1987. എന്താണ് concept of needs? In particular, the essential needs of the world, poor, and idea of limitation imposed by the state of technology and social organization on the environment's ability to meet the present and future needs. Okay. Mutuality പറയുന്നതാണ് sustainable development recognizes that human beings affect the environment and are in turn affected by it. Sustainability എന്ന് പറഞ്ഞാൽ sustainable development acknowledges that human interaction with the environment must be sustainable in the long run. കാരണം കാലാവസ്ഥയ്ക്ക് ഓരോരോ ഇതായിട്ടും UN പല ഗൈഡ് ലൈൻസ് ഇഷ്യൂ ഉണ്ട്, അതെല്ലാം നമ്മളെ ശ്രദ്ധിക്കുക. ഇന്റിഗ്രേഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇംപ്ലിസിറ്റി ആക്സെപ്റ്റ് ദി ഇന്ററാക്ഷൻസ് എമോങ് എൻവയറോൺമെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. നൗ എവല്യൂഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, യുണൈറ്റഡ് നേഷൻ അത് പല മീറ്റിങ്ങിലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഇതിനെ പറ്റിയിട്ട് ആദ്യം പറഞ്ഞു 1972. ഓക്കെ, യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ദ ഹ്യൂമൻ എൻവയറോൺമെന്റ് 1972. അതിലെന്താ പറഞ്ഞേക്കണെന്ന് വെച്ചാൽ ഇത് സ്റ്റോക്ക്ഹോമിലാണ് ഈ മീറ്റിംഗ് ഉണ്ടായിരുന്നത്. പോപ്പുലർലി നോൺ ആസ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. 1972 became a symbol of political and acknowledgement of the growing worldwide awareness. എല്ലാവരെയും അവെയർ ചെയ്യുക ഈ നമ്മുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയും എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനെ പറ്റിയിട്ടും ലോകത്തിലെ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി ഒരു സമ്മേളനം, അതാണ് ഇത് സ്റ്റോക്ക്ഹോം. നെക്സ്റ്റ് 1983 വേൾഡ് കമ്മീഷൻ ഓൺ എൻവയറോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. വേൾഡ് കമ്മീഷൻ ഓൺ എൻവയറോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഇത് റിപ്പോർട്ട് അവർ കോമൺ ഫ്യൂച്ചർ വിച്ച് വാസ് ആൾസോ കാൾഡ് ബ്രൂട്ട്ലാൻഡ് റിപ്പോർട്ട്, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് 1987 ബിഫോർ ഇറ്റ് ഈസ് ഫൈനലി ഡിസോൾവ്. ഇതെന്താണെന്ന് വെച്ചാൽ റിപ്പോർട്ട് എയിംഡ് ടു എക്സ്പ്ലോർ the conditions of the world natural systems and provide an outlook for global environmental health. ലോകത്തിലെ ആരോഗ്യം സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അടുത്തത് 1992 ഏതാണ് യുണൈറ്റഡ് നേഷൻസ് ദ കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് 1992. ഓക്കെ, പിന്നെ അപ്പോ യെസ് 1992 അതെന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതില് റിന്യൂഡ് ദ വേൾഡ് ഇൻട്രസ്റ്റ് ഇൻ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 1992. ഇതെന്താണെന്ന് വെച്ചാൽ മൈൽ സ്റ്റോൺ ഗ്ലോബൽ എൻവയോൺമെന്റൽ ഗവൺമെന്റ്സിനെ പറ്റിയിട്ടാണ്, അതിന് ഭരണം, അതിനെ പറ്റിയിട്ട്. അതേമാതിരി വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 2002. ഇതെന്താണ് എന്ന് വെച്ചാൽ സ്പെസിഫൈഡ് എ നമ്പർ ഓഫ് കമ്മിറ്റ്മെന്റ്സ് ഓഫ് ദ നേഷൻസ് for implementing the principles of sustainable development and outline the priority areas. എന്തൊക്കെയാണ് മുൻഗണന കൊടുക്കേണ്ടതെന്ന്. മീനിങ് ആൻഡ് കൺസെപ്റ്റ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി, ഫുഡ് ഇൻസെക്യൂരിറ്റി, ക്രോണിക് ഫുഡ് ഇൻസെക്യൂരിറ്റി, ട്രാൻസിറ്ററി ഫുഡ് സെക്യൂരിറ്റി ഇൻസെക്യൂരിറ്റി, സീസണൽ ഫുഡ് ഇൻസെക്യൂരിറ്റി. ഓക്കെ, ഇതാണ്. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നോക്കൂ, ക്രോണിക് എന്താണ് പറയുന്നത് വെച്ചാൽ നമ്മുടെ യൂഷ്വലി ഇത് ലോങ് ടേം നമ്മുടെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളാണത്. ടു മിനിമം റിക്വയർമെന്റ്, ലോ ഇൻകത്തിലും പോവർട്ടിയുള്ള ആളുകൾക്ക് ജീവിതം എങ്ങനെ കൊണ്ടു നടക്കണം അത്. പിന്നെ ട്രാൻസിറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസിറ്ററി എവിടുത്തെ ഓക്കെ ക്രോണിക് ഫുഡ് ഇൻസെക്യൂരിറ്റി പറഞ്ഞാൽ ചില സമയത്ത് എക്കണോമിക് കൺസ്ട്രെയിൻസ് കൊണ്ട് ഫുഡ് ചിലപ്പോൾ സഫീഷ്യന്റ് ആയിട്ട്, വാറൊക്കെ ഉള്ള സമയത്തെ നമ്മുടെ യുക്രൈനിലൊക്കെ വാറ്, അവിടെ ഫുഡ് ഇൻസെക്യൂരിറ്റിയാണ്. ക്രോണിക് ഞാൻ ആൾറെഡി പറഞ്ഞു. അടുത്തത് ട്രാൻസിറ്ററി എന്ന് പറഞ്ഞാൽ പിന്നെ ഫുഡ് ഷോർട്ടേജ്, അതായത് എപ്പോഴാണ് സഡൻ ഡ്രോപ്പ് ഇൻ പ്രൊഡക്ഷനില്, അതേമാതിരി നാച്ചുറൽ ഡിസാസ്റ്റർ, കോൺഫ്ലിക്റ്റ്, എക്കണോമിക് കൊളാപ്സ്, ഇതുകൊണ്ട് ചില സമയത്ത് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ സീസണൽ ഫുഡ് ഇൻസെക്യൂരിറ്റി, ചില സമയത്ത് ഓരോരോ സീസണിൽ കിട്ടേണ്ട സാധനങ്ങൾ കിട്ടിയില്ലെങ്കിലോ, വെതർ, ക്ലൈമറ്റ്, ക്രോപ്പ്, ഇതൊന്നും ഡിസീസസ് ആ സമയത്ത് ആ സീസണിൽ ഉണ്ടാവേണ്ട സാധനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യും. അടുത്തത് ഡയമെൻഷൻ ഓഫ് ഫുഡ് സെക്യൂരിറ്റി, ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് അവൈലബിലിറ്റി ഈസ് ഇനഫ്
food produce, access to food, can people get it and afford it? Food utilization, how do local conditions bear on people's nutritional uptake? Okay, പിന്നെ സ്റ്റെബിലിറ്റി ഓഫ് ഫുഡ് സപ്ലൈ. സ്റ്റെബിലിറ്റി, നമ്മുടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വളരെ നല്ലതാവണം. പിന്നെ അതല്ലെങ്കിൽ പ്രസിഡന്റ് ആയിരിക്കും. ഇനി അടുത്ത റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫുഡ് സെക്യൂരിറ്റി. ഗ്രീൻ റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷൻ അറിയാലോ, നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടർ. ഓക്കെ, ഗ്രീനറി. ഓക്കെ, ടു മീറ്റ് ഗ്രോയിങ് ഡിമാൻഡ് ഓഫ് ദ ഫുഡ് നമ്മൾ വി ആർ പ്രൊഡ്യൂസിങ് മോർ ആൻഡ് മോർ. പിന്നെ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. നിങ്ങൾക്കറിയാലോ, ചില ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ അഗ്രികൾച്ചറൽ ബേസ് എന്തായിക്കോട്ടെ, ചില സമയത്ത് നാച്ചുറൽ റിസോഴ്സ് അവൈലബിൾ ആവില്ല. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഉണ്ടാവും. ചിലപ്പോൾ മണ്ണ് ഫെർട്ടിലൈസ് ഇതുണ്ടാവില്ല. പിന്നെ ഡെപ്ലീഷൻ ഓഫ് ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഫിഷറീസ്. ചില സമയത്ത് മൃഗങ്ങള്, അതേമാതിരി ഫിഷറീസ് ഡെപ്ലീഷൻ ഉണ്ടായിരിക്കും. ചില സമയത്ത് കടലിന് മീനുണ്ടാവില്ല. പിന്നെ അടുത്തത് ഡിസർട്ടിഫിക്കേഷൻ. എന്താ ഡിസർട്ടിഫിക്കേഷൻ അറിയാം? അതായത് കൃഷി അവിടെ വിള എടുക്കാൻ പറ്റില്ല, കാരണം അത് ഫെർട്ടിലിറ്റി ഇതൊന്നും ഉണ്ടാവില്ല അവിടെ. മനസ്സിലായില്ലേ? അപ്പൊ അതാണ്. അപ്പൊ ചില സമയത്ത് ആഫ്രിക്ക ഈസ് ഹൈലി സസ്പെക്റ്റബിൾ ടു ലാൻഡ് ഡീഗ്രേഡേഷൻ, ആൻഡ് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 2/3 of African land is already degraded to some degree. Currently, land degradation affects 65% of the people of Africa. ഉണ്ടാവുന്നില്ല അവിടെ ഒന്നും. അപ്പോൾ അതാണ് പോവർട്ടി. അപ്പൊ അങ്ങനെ പിന്നെ പിന്നെ സബ് സഹാറൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങള്, അവിടെ ഇതേമാതിരിയുള്ള പ്രശ്നം. അഗ്രികൾച്ചറൽ ഇൻപുട്സ്, ടെക്നോളജി ഒന്നും ഇല്ല ചിലയിടത്ത്. എക്സ്ട്രീംലി വൾണറബിൾ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ചൂട്, ഭയങ്കര ചൂട്, കോങ്കോ ഈയുള്ളമാതിരി ഏരിയ, സ്ട്രഗ്ലിംഗ് ടു കോപ്പ് വിത്ത് ദ ഇമ്പാക്ട് ഓഫ് ഡ്രോട്ട്സ് ആൻഡ് ഫെമിനിൻ, അസുഖങ്ങള് സോമാലിയും ഇവിടെയൊക്കെ. ഓക്കെ, അത്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ചിന് കുറെ പറഞ്ഞതാണല്ലോ അത്. പർട്ടിക്കുലർലി ക്ലൈമറ്റ് ചേഞ്ച് വെർസൺ കണ്ടീഷൻസ് ഓഫ് ലിവിങ് കണ്ടീഷൻ. ഫാർമേഴ്സിന് പ്രശ്നമാവുന്നു, ഫിഷർമാന് പ്രശ്നമാവുന്നു. ക്ലൈമറ്റ് ചേഞ്ച് കൊടുങ്കാറ്റുള്ള സമയത്തും തിരമാലകളുള്ള സമയത്തും നമുക്ക് വേലിയിറക്കാൻ സമയത്ത് ഫിഷർമാന് കടലിൽ പോകാൻ പറ്റുമോ? അതേപ്രകാരം ഫാർമേഴ്സിന് കൃഷി ചെയ്യാൻ പറ്റും ചില സമയത്ത് ക്ലൈമറ്റ് ചേഞ്ചിന്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപ്പൊ ഇവിടെ മൃഗങ്ങളും ഇതെല്ലാം നമ്മുടെ പിന്നെ ഈ നാശനഷ്ടങ്ങൾ വരുന്നുണ്ട്. അതാണ്. അപ്പൊ എമംഗ് വേരിയസ് അതായത് ആഫ്രിക്കയിലൊക്കെ ഇതേമാതിരിയുള്ള കൺട്രീസിലെ സിവിയർലി കോംപ്രമൈസ് ദ ക്ലൈമറ്റ് ചേഞ്ച് ഭയങ്കരമാണ് ആഫ്രിക്കയിൽ. അതായത് ചൂട്, ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഒക്കെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ. അതുമാതിരി 40% ഓഫ് ദ സബ് സഹാറൻ പോപ്പുലേഷൻ ഈ കറന്റ്ലി അണ്ടർ നറിഷ്ഡ്. ബട്ട് ഇതില്ല, അവിടെ കുട്ടികളെല്ലാം ഇൻഫന്റ് മോർട്ടാലിറ്റി, മരണം ഇതില്ല, ക്ഷീണിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട് അവിടെ. അപ്പോ ന്യൂട്രീഷ്യസ് ഫുഡില്ല. അതിന്റെ UN പലതും ചെയ്യുന്നുണ്ട്, പല രാജ്യങ്ങൾ സഹായം ചെയ്യുന്നുണ്ട്, ഭക്ഷണം കിട്ടുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, യാതൊന്നുമില്ല. ചിലർ കാട്ടില് അതെല്ലാം പല നോട്ട് അറ്റ് ഓൾ ഡെവലപ്ഡ് ഇൻ മെനി ഏരിയാസ്. വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതാണ് ആ പ്രദേശങ്ങള്. പിന്നെ എക്സ്പെക്ടഡ് ടു ഇൻക്രീസ് മൾട്ടി ഡയമെൻഷണൽ ഫിനോമിന, അതായത് റെയിൻഫോൾ ഇല്ല ചിലയിടത്ത്. ഓക്കെ, അതാണ് ക്ലൈമറ്റ് ചേഞ്ച്. നൗ among various regions, Africa is considered the most vulnerable region in terms of climate change because of its physical and socio-economic characteristics and its extreme climate condition. പറഞ്ഞു, agriculture production in many African countries and region is projected to be severely compromised. ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് പല രാജ്യങ്ങളിലും പല പ്രശ്നങ്ങളുണ്ട്. ആഫ്രിക്കയിലെ ആഫ്രിക്ക പറഞ്ഞ പല രാജ്യങ്ങളുണ്ട് കേട്ടോ. ആസ് എ മൾട്ടി ഡയമെൻഷണൽ ഫിനോമിന, ഫുഡ് സെക്യൂരിറ്റി റിഫ്ലക്ട്സ് ദി ഗ്ലോബലി the changed patterns of rainfall would have serious impact on food security. അതായത് നമ്മുടെ മഴ ശരിക്കും പ്രോപ്പറായി തീരുന്ന നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി അത്ര പ്രശ്നം ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ക്ലൈമറ്റ് ചേഞ്ച് വിൽ ഹാവ് എൻ ഓവറോൾ നെഗറ്റീവ് എഫക്ട്. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നെഗറ്റീവ് എഫക്ട് വരും ചില സമയത്ത്. പ്രതീക്ഷിക്കൊന്നും സഫലമാകില്ല. ഓൺ ദ ഈൽഡ് ഉണ്ടാവില്ല, കൃഷി
നെല്ല് കിട്ടില്ല, ഗോതമ്പ് കിട്ടില്ല, അതേമാതിരി മറ്റുള്ള ധാന്യങ്ങളും കിട്ടില്ല. So, conclusion, the concept of sustainable development derives from the fundamental concerns of human society and its need for security. Sustainable development refers to a process of societal advance embodying a more equitable and environmentally aware pattern of development that requires a careful integration. ആണ് ഇത് നമുക്ക് വേണ്ടത് എൻവയോൺമെന്റൽ ഒബ്ജക്റ്റീവ്സ്. ഫുഡ്, പിന്നെ ഭക്ഷണം നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ആ ഭക്ഷണത്തിന്റെ ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഡിസർട്ടിഫിക്കേഷൻ, ഭൂമിക്ക് ഫെർട്ടിലിറ്റി ഇല്ലാണ്ട് ആസ് ഡിട്രിമെന്റൽ പ്രോസസ് ബ്രിങ്സ് എബൌട്ട് ഗ്രാജുവൽ ആൻഡ് അൺനോട്ടീസ് റിഡക്ഷൻ. അതുകൊണ്ട് ചില സമയത്ത് അഗ്രികൾച്ചർ പ്രൊഡക്ഷനെ പറ്റി പറയുന്നുണ്ട്. ദിസ് യൂണിറ്റ് ഡിസ്കസ് ദി ഇൻട്രിക്കേറ്റ് ആൻഡ് പെർട്ടിനന്റ് ഇന്റർകണക്ഷൻ ബിറ്റ്വീൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി. അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞത് ഫുഡ് സെക്യൂരിറ്റിയെ പറ്റിയിട്ടും അതേമാതിരി ഇന്റർ കണക്ഷനെ പറ്റിയും ജനങ്ങളുടെ സഹകരണം അഗ്രികൾച്ചർ പ്രൊഡക്ഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. താങ്ക് യു വെരി മച്ച്.